ഇവിടെ എന്ത് തീരുമാനമെടുക്കണം? ഞാനിങ്ങനെ ചിന്തിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് കരച്ചില് തന്നെയാണ്. അപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാന് അപ്പോ രാത്രിയിൽ ഈ പള്ളിക്കാരൊക്കെ വന്നിട്ട് വരുന്നപ്പോ എന്റെ വാപ്പ പറയുന്നു, മോനെ നമുക്ക് പോകാൻ, നമ്മൾ കൊടുത്ത കേസാണ്, പോലീസുകാർ ആ കേസ് മായ്ച്ചു കളഞ്ഞോളും. നമുക്ക് നീ ഒരു കാര്യം ചെയ്യാം, ഈ വിവാഹം ചെയ്യാൻ വന്ന ആൾ അപ്പോഴും അവിടെ ഉണ്ട്. ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ ഈ വ്യക്തി അവിടെ ഇരിക്കുക. ദൈവദാസനെ ഞാനും ഓർത്തു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ ഇന്ന് കാലമാകട്ടെ കഴിഞ്ഞ കാലമാകട്ടെ ഒരു പെൺകുട്ടി വേറൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ ഒരു കല്യാണം പറഞ്ഞതാണോ എന്താണോ എന്നൊന്നും അറിയാതിരിക്കുമ്പോ ഈ വ്യക്തി എന്ത് ചെയ്യും, വേഗം നാട് വിട്ടുപോയി എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വീട്ടിലോട്ട് ചെന്നപ്പോ ഉണ്ട് ഈ വ്യക്തി അവിടെ ഇരിക്കും. അപ്പോ ഞാനിങ്ങനെ രാത്രി മുഴുവനും ഞാൻ ചിന്തിക്കുവാനിടയായി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി. അപ്പൊ ഒരു തീരുമാനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. കാരണം ഞാൻ എവിടെ ചെന്ന് താമസിച്ചാലും എവിടെ ചെന്ന് ജീവിച്ചാലും 3 ജീവൻ നഷ്ടമാകും. ഒരിക്കലും ദൈവം, ഞാൻ പറഞ്ഞല്ലോ ഒരു ദൈവഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ 3 പേരുടെ ജീവൻ കളഞ്ഞ് ഞാൻ എവിടെ പോയി ജീവിച്ചാലും എൻ്റെ ജീവിതം അത് ശാശ്വതമാകയില്ല. എന്നെ നരകിച്ചുള്ള ജീവിതമായിരിക്കും ഏത് ജീവിതം കിട്ടിയാലും. ആയതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു വെളുക്കപ്പുറമായപ്പം ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ല. കാരണം കഞ്ചാവിനും ചാരായനും ത്തിനും ഏത് സമയം മുഴുവൻ മദ്യപാനത്തിൽ മുങ്ങി നടക്കുന്നയാളാ. രാവിലെ തൊട്ട് ഞാൻ പലവട്ടം ഇവരുടെ വീട്ടിൽ കൂട്ടുകൂടി ഈ ഇവരുടെ പെങ്ങന്മാരുടെ കൂടെ പോയപ്പോ കഞ്ചാവ് പൊതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ പെമ്പിള്ളേരോട് ചോദിക്കും, ഈ മുറി കയറുമ്പോ ഇതെന്താ ഈ പൊതിയിലിരിക്കുന്നത്? ഭയങ്കര നാറ്റമാണല്ലോ ഇതിന്. ആ എന്തോ ചേട്ടായി എടുക്കുന്നത്, അതവിടെ വെച്ചേരേന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി എന്നും ചാരായത്തിനും ഇതിലും മുങ്ങി നടക്കുന്നയാളാ. അപ്പൊ ഇതിന്റെ കൂടെ പോയാൽ എനിക്ക് ജീവിതം ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ എന്റെ ജീവിതം പോയി പോകട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു വഴി. പക്ഷെ ഇവര് 3 പേര് ജീവിക്കുമല്ലോ, ഇവര് 3 പേരും ജീവിക്കട്ടെ, എന്റെ ജീവിതം പോകട്ടെ എന്നുള്ള തീരുമാനമെടുത്തു. പക്ഷെ എന്നെ ഇവര് വെളിയിൽ ഇറക്കുന്നില്ല. വെളിയിൽ ഇറക്കാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപ്പൊ ആ കെട്ടിയുടെ മുൻപിലൂടെ റോഡുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ റോഡിന്റെ അടുത്തുള്ള വീടാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ ജനൽ വഴി ഞാൻ നോക്കിയപ്പോ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ജനലിനകത്തോടെ വിളിച്ചു ചോദിച്ചു, പിള്ളേരെ സമയം എന്തായിന്ന് ചോദിച്ചു. അപ്പൊ 10 മണിക്ക് വരാനാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ചിന്ത എങ്ങാണ്ടോ എന്താ 10 മണിയാകുമ്പോ ഇവരോടും വരാനാ പറഞ്ഞിരിക്കുന്നത്. ജോസഫ് ആയിരിക്കുന്ന എന്റെ ഹസ്ബൻഡിന് അവരുടെ വീട്ടുകാരോടും 10 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് പൊക്കോളുവാണെങ്കിൽ കേസ് എന്ത് ചെയ്യാം, ഇല്ലാതെ ആകുമല്ലോ. അപ്പൊ എന്നെയും കൊണ്ട് അങ്ങ് പിന്നെയും പോകാമെന്നായിരിക്കാം ചിന്ത. എന്റെ ഒരു ചിന്തയാണ്, ശരിയാകണമെന്നില്ല. പക്ഷെ ഈ വിവാഹം ചെയ്യാനുള്ള ആൾ അന്നേരവും ഈ വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ ഇവരോട് സമയം ചോദിച്ചപ്പോ ഏതാണ്ട് 10 മണിയാകാറാകുന്ന സമയം പറഞ്ഞു. 9 9:30 ആണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണം, വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വാപ്പ അന്നേരം ചീറി നിൽക്കുക. പക്ഷെ എന്നെ തൊടുന്നില്ല. കാരണം SI പറഞ്ഞു വിട്ടിരുന്നതുകൊണ്ട്, സർക്കിളാണ്, പോലീസ് പറഞ്ഞു വിട്ടിരുന്നതുകൊണ്ട് എന്നെ തൊടുന്നില്ല. അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവർ ഒരിക്കലും ആ വ്യക്തിയുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കത്തില്ല. ഇവര് അവര് വന്നിട്ട് 10 മണി കഴിയുമ്പോൾ പോവുകയും ചെയ്യും. പിന്നെ ഞാൻ എവിടേക്കാ പോകുക? ഞാൻ എങ്ങോട്ട് പോകും? എവിടെയാണെന്ന് അറിയുന്നേ. കോളപ്പുറ ചെന്നാലും എനിക്ക് പൈസയൊന്നും അന്നേരം എന്റെ കയ്യിലൊന്നും ഇല്ല. ബസ്സിൽ കയറി പോകണം. പോയാലൊന്നും ആളെ കണ്ടെത്തണമെന്നില്ല. ഈ വ്യക്തി എങ്ങോട്ടേലും പോയി, അതൊക്കെ എന്റെ ചിന്തയിലോട്ട് വന്നപ്പോ ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പറമ്പൂഴി ഓടി. ഓടിയപ്പോ ഉമ്മ ഓടി വന്ന് പിടിച്ച് അപ്പൊ വാപ്പ പറഞ്ഞു, ആ ഇറക്കാം, പോയേക്കാം, പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം, അവന്റെ കൂടെ ഇവളെ വിട്ടേക്കാം എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ഇവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഇറങ്ങി ഞാൻ ഇങ്ങനെ വരുമ്പോ എന്റെ ഉമ്മയുടെ അനിയത്തി ഇങ്ങനെ പ്രാകുക എന്നെ, എടീ നീ കണ്ടോടി ഞങ്ങളെല്ലാം വേദനിപ്പിച്ച് നീ പോകുമ്പം അവൻ ചെന്നപടി നോക്കിയോ പന്നിയിറച്ചി മേടിച്ചു കൊണ്ടുവന്ന്, മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി വെറുപ്പാണ്, ഹറാമാണ്, വെറുപ്പാണ്. അപ്പൊ പന്നിയിറച്ചി മേടിച്ചുകൊണ്ട് വന്ന് ചാരായോ മേടിച്ചുകൊണ്ട് നിന്നെ കുടിപ്പിക്കുവേടി, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇവരുടെ കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നെ വിവാഹം ചെയ്യാനുള്ള ആള് പറയുക. അതിനു മുമ്പ് ഞാനൊരു വേറൊരു തീരുമാനമെടുത്തു. ഞാനിപ്പോ കടന്നു ചെല്ലും, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഈ വ്യക്തിയോട് ഞാൻ ചോദിക്കും, കൊച്ചേട്ടായിയുടെ കൂടെ വരാൻ എനിക്ക് സമ്മതമാണെന്ന് പറയും. എന്നെ ഏകത്തെടുക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പൊ സമ്മതമല്ലെന്ന് പറഞ്ഞാൽ ആ സമയം എന്ത് ചെയ്യാം, അവിടെ നിന്ന് വരുന്ന വഴി ആദ്യം ഞാൻ ഓർത്ത ആറ്റിച്ചാടിയ ഞാൻ രക്ഷപ്പെടും. കാരണം ഞാൻ എന്നും പുഴയിൽ അക്കരെ ഇക്കരെ നീന്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആറ്റിച്ചാടിയെ രക്ഷപ്പെടും. പിന്നെ എന്താണ് മരണത്തിന്റെ ഒരു സമയം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഒരു പ്ലാൻ എന്താണ്, മരണിക്കാൻ എന്താണ് ഉള്ളതൊരു എന്ന് നോക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. പയ്യെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു വരണം. പാലത്തിന് ഇക്കരെ എത്തുന്നതിന് മുമ്പ് ഒരു ട്രാൻസ്പോർട്ട് എങ്കിലും വരാതിരിക്കത്തില്ല.
ട്രാൻസ്പോർട്ട് നല്ല സ്പീഡിനാണ് വരുന്നത്. മറ്റു വണ്ടികളൊക്കെ പയ്യെ വരുന്നത്. അതിനൊന്നും ചാടിയ ചാകത്തില്ല. ചാകണം എന്നുള്ള ഒരു ചിന്തയാണ്, മരിക്കണം എന്നുള്ളതായത്. അപ്പൊ ഞാൻ ട്രാൻസ്പോർട്ടിന് മുമ്പിൽ ചാടാം. ഈ ചിന്തയോടെ ഞാൻ വീട് വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എന്റെ വീട്ടുകാരുടെ കൂടെ ഇറങ്ങുമ്പോൾ ഈ വിവാഹം ചെയ്യാൻ വന്ന വ്യക്തി എന്നോട് പറയാ, കൊച്ചെ അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ പറയാ, ഇപ്പൊ നീ ചെല്ലുമ്പോ നിന്നെ കെട്ടാനായിട്ട് നീ ഓർക്കുന്ന അയാൾ ഏറ്റെടുക്കുന്ന, അവൻ ഏറ്റെടുക്കത്തില്ല. അവൻ നിന്നെ ഏറ്റെടുക്കത്തില്ല, വേണ്ടെന്ന് പറയും. എന്നാലും നീ എന്ത് ചെയ്യണോന്ന് അറിയാമോ? മരിക്കാനൊന്നും പോയേക്കരുത്. ഒരു മരണം തെരഞ്ഞെടുത്തേക്കരുത്. തിരിച്ചിങ്ങോട്ട് വന്നേക്കണം. ഞാൻ ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ നിന്നെ വിവാഹം ചെയ്തു. ഉം. ആ വ്യക്തി എന്നോട് പറഞ്ഞു പിടിക്കുക. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഈ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ആകമാനം കണ്ണെല്ലാം കുഴിയിലായി ഒരു ഭ്രാന്തന്റെ അനുഭവത്തില് നിൽക്കുക. അപ്പോ ഈ വ്യക്തിയുടെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു, മുസ്ലിം അല്ലേ, മുസ്ലിമായ വ്യക്തി വാക്കുമാറും, മുസ്ലിങ്ങളെല്ലാം കൂടി കാക്കക്കൂട്ടി കല്ലിട്ട പോലെ അവരെന്തെങ്കിലും വിഷയം വന്നാൽ കൂടും, അപ്പൊ പെണ്ണ് വാക്കുമാറ്റും, നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അടികൊള്ളും എന്നൊക്കെ ഉള്ള അനുഭവത്തില് ആരെയോ ഒക്കെ രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് വന്നത്. ഇങ്ങനെ വന്ന് മുറ്റത്ത് നിൽക്കുക. ഞങ്ങൾ വരാൻ നോക്കി നിൽക്കുമ്പോ ഞാൻ ഓടി ചെന്നിട്ട് ഈ വ്യക്തിയുടെ മുൻപിൽ നിന്ന് ചോദിച്ചു, കൊച്ചേട്ടായി, ഞാൻ കൂടെ വരാൻ തയ്യാറാണ്. എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? എന്നെ ഏറ്റെടുക്കാമോ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഒന്നും ഇങ്ങനെ തലയാട്ടി ഓക്കെ, തലയാട്ടി ഓക്കെ പറഞ്ഞു. അപ്പോ എല്ലാരും കൂടെ ചൈതന്യം വന്നതുപോലെ ഈ വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നു. അവിടെ ചെന്നപ്പോ എന്നെ സർക്കിൾ ആണോ എസ് ഐ ആണോ എന്നെ വളരെ ചാടിക്കുവാൻ ഇടയായി. എന്റെ വാപ്പ ചെന്ന് അവരോട് എന്തോ രഹസ്യം പറയുന്നു, എന്റെ മാമ ചെന്ന് പറയുന്നു, എന്റെ ഉമ്മ കരയുന്നു. ഇടയിൽ എന്റെ സർക്കിൾ ആണോ എസ് ഐ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. വ്യക്തിയൊക്കെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരൊരാളെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിലുള്ള ഒരാളുണ്ടായിട്ട് അവർ സ്ത്രീധനവും തന്നെ നിന്നെ വിവാഹം ചെയ്ത് അയക്കാൻ പോയിട്ട് നീ എന്തുകൊണ്ട് ഇത് സമ്മതിക്കുന്നില്ല? നീ എന്തുകൊണ്ടാണ് ഇത് മാറുന്നത്? നീ എങ്ങനെ അവന്റെ കൂടെ പോയി ജീവിക്കും? കഞ്ചാവിനും ചാരായത്തിനും അടിമയായ വ്യക്തിയാണ്. മാത്രമല്ല അവന് അപ്പനില്ല, അമ്മയില്ല. അവൻ ഉപേക്ഷിച്ചാൽ പോലും ആര് നിന്നെ നോക്കും? 2 വിവാഹപ്രായമായ പെൺകുട്ടികൾ, അവരെ വിവാഹം ചെയ്തയക്കണ്ടേ? നീ എന്ത് ചെയ്യും? നിനക്കൊരു വസ്ത്രം കിട്ടുമോ? നിനക്കൊരു ഭക്ഷണം ഉണ്ടാവുമോ കുട്ടി? എന്നൊക്കെ ചോദിച്ച് എന്നെ ചോദ്യം ചെയ്തു. എന്റെ ദൈവദാസനെ, എനിക്ക് പോലീസുകാരൻ എന്നൊക്കെ പറഞ്ഞ ഭയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് അവിടെ ചില വാക്കുകൾ പറയാൻ അവരോട് ധൈര്യം ദൈവം തന്നു. ഞാൻ പറഞ്ഞു, സാറന്മാരെ, ഞാന് പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്, കൂലിപ്പണിക്ക് പോകുന്ന. എന്റെ ഭർത്താവ് പണിക്ക് പോകുന്ന ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പണി ചെയ്ത് ഈ പെൺകുട്ടികളെ രണ്ടുപേരും ഞങ്ങൾ വിവാഹം ചെയ്തയക്കും. എന്നിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവർക്ക് വാക്കുകളില്ലാതെ വന്നു. വാക്കുകളില്ലാതെ വന്നപ്പോ അവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഇവര് അത് സീൽ ചെയ്ത് ഈ കേസ് സെന്റിമെന്റിലാക്കി വിടാനായിട്ട് തുടങ്ങുമ്പോ, ഒത്തുതീർപ്പിലാക്കി വിടാനായിട്ട് തുടങ്ങുമ്പോ പിന്നെ എന്റെ വാപ്പ പറയുക, അയ്യോ സാറേ അങ്ങനെ ചെയ്യരുത്. അവരെല്ലാം ഓരോരുത്തരും പറയാ, ഉമ്മ കരയുക. അപ്പൊ പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടി ഈ ആളെ വിവാഹം മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഓക്കെ ചെയ്യാനേ പറ്റൂ, ഓക്കെ എന്ന് പറയാനേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മയാണ് ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ചങ്ങിനിട്ടൊക്കെ ഇട്ട് അടിക്കുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. എനിക്ക് മറ്റൊരു വഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ വേണ്ടെന്നെങ്കിലും പറഞ്ഞു പോയാൽ, ഞാൻ ഒത്തിരി പറഞ്ഞു എനിക്ക് വിവാഹമേ വേണ്ട, ഞാൻ പണി ചെയ്ത് ജീവിച്ചോളാം, എന്നെ ഈ വ്യക്തിയും വിവാഹം ചെയ്യേണ്ട, മറ്റേ വ്യക്തിയും വിവാഹം ചെയ്യേണ്ട, മുസ്ലിമും വേണ്ട, ഈ മുസ്ലിം ആകാന്ന് പറഞ്ഞ വ്യക്തിയും വേണ്ട, ഞാൻ വിവാഹം വേണ്ട, ഞാൻ പണി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാവോ എന്നൊക്കെ ഇവരോട് ഞാൻ ഒത്തിരി കെഞ്ചി ചോദിച്ചതാണ്. ഇതവർ സമ്മതിക്കത്തില്ല. ഈ വ്യക്തി വിവാഹം ചെയ്യാനുള്ള ആള് പോകത്തുമില്ല. അപ്പൊ ആ ആളെ ഞാൻ വിവാഹം ചെയ്തേണ്ട വന്നാൽ എന്റെ ജീവിതം ആകമാനം താറുമാറാണെന്ന്, ഇതിനേക്കാൾ ഉപരി താറുമാറാ. അങ്ങനെയും ജീവിതം ഉണ്ടാകത്തില്ല. ഇവര് 3 പേരുടെയും ജീവിതം പോവുകയും ചെയ്യും ഞാൻ കാരണം. അതൊക്കെ ഒത്തിരി തീരുമാനമെടുത്തിട്ടാണ്. അപ്പൊ ഞാൻ എന്താണേലും അങ്ങനെ തീരുമാനിച്ചു. ഈ ഹസ്ബൻഡിന്റെ അനിയൻ വന്നു, ജീപ്പൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇതിനിടയിൽ എന്നെ വിവാഹം ചെയ്യുവാനും വേറെ ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു, ഷാജി എന്ന് പറഞ്ഞൊരു മുസ്ലിമായ ഒരു വ്യക്തി. അത് കാഞ്ഞാറ്റി തന്നെയുള്ളതാ. ആ വ്യക്തി എവിടെ ഞാൻ പണിയാൻ പോയാലും അവിടെയൊക്കെ വരും. എന്റെ ഉമ്മ ഏത് കടയിൽ കയറിയാലും സാധനങ്ങൾ മേടിച്ച് അവിടെ വന്ന് ഉമ്മയോട് മിണ്ടും. ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നെ കൂട്ടുകാരികളൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ വ്യക്തി വിവാഹമൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചായിരുന്നു. അപ്പോ ഞാൻ ആ വിവാഹം അതിന് മുമ്പ് പണ്ട് ഒന്ന് ആയി വന്നതാണ്. അപ്പോഴാണ് ഞാൻ അറക്കുളത്തൊരു പണിയില്ലാത്തപ്പോ ദൈവദാസനെ കുടുംബം പോറ്റണമല്ലോ, എത്രേ പണിത് കൊണ്ട് വന്നാലും തികയാത്ത ഒരു അനുഭവമായിരുന്നു. കാരണം എന്റെ ഉമ്മയ്ക്ക് ചെലവ് ചുരുക്കി ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങള് നല്ല രീതിയിലാണ് കിട്ടുന്ന ഉള്ളപ്പോ ഉള്ളതുപോലെ അങ്ങനെയാണ് കഴിയുന്നത്. അതുകൊണ്ട്
ഭയങ്കരമായിട്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോറുണ്ണാം. പക്ഷെ എന്റെ ഉമ്മ ചാറും തോരനും അത് കടുകൊക്കെ പൊട്ടിച്ചും പിന്നെ പഞ്ചസാര ഇട്ട ചായയും കൂടെ കൂടിയാണ് ഭക്ഷണം ഞങ്ങളെ കഴിപ്പിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എത്ര ചുമന്നു പണിത് കൊണ്ടുവന്നാലും തികയത്തില്ല. അപ്പൊ പണി അന്വേഷിച്ചില്ലാത്തപ്പോ അന്വേഷിച്ച് പോകും. അങ്ങനെ അറക്കുളത്ത് ഒരിക്കൽ പോയപ്പോ പള്ള വെട്ടാനായിട്ട് പോയപ്പോ ഈ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്തുള്ള കുറെ ചേച്ചിമാർ വന്നു. അവര് ചോദിച്ചു, മോനെ നീ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തുള്ള ഷാജി എന്ന് പറഞ്ഞ ആള് കല്യാണമൊക്കെ പറഞ്ഞു. എന്റെ മോനെ ഒരിക്കലും ചെയ്യരുത്, അവൻ വയറ്റുവേദനക്കാരനാ, എല്ലാ ദിവസവും കിടന്ന് കാറിച്ച് ഞങ്ങൾ അയലോക്കംകാർ ഓടിപ്പോവുക, എന്റെ കുഞ്ഞെ നീ പണിത് ജീവിച്ചാലും വേണ്ടില്ല. അങ്ങനെ ആ വിവാഹം അന്ന് മാറിപ്പോയതായിരുന്നത്. അങ്ങനെ പ്രിയ ദേവദാസനെ ഈ വ്യക്തിയുടെ കൂടെ കടന്നു വന്നു. എന്നെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണ ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ. എനിക്ക് ഒരു എന്തെന്നാ പറയുക, 1989 ഒരു സെപ്റ്റംബർ 5 എന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി. അതൊന്നും ഇവര് വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം പൈസ ഇല്ല, കുടിയല്ലേ, ഒന്നും കാശില്ല ഇവർക്ക് എടുക്കണമെങ്കിൽ. രജിസ്റ്റർ ചെയ്യാൻ പോണെങ്കിൽ കാശ് വേണം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു എന്റെ കമ്മല് ജിമ്മിക്ക് അതിനിടയിൽ എനിക്ക് 5 ഗ്രാമിന്റെ ഒരു കമ്മലും ജിമ്മിക്ക് ഞാൻ ഉണ്ടാക്കി, ഒരു കൊച്ചു മാല ഉണ്ടാക്കി. എന്റെ ഉമ്മയുടെ അനിയത്തിക്ക് ഞാൻ ചിട്ടി പൈസ കൊടുക്കാൻ വേണ്ടി പണയം വെച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു ആ മാല എനിക്ക് വിട്ടു തരണം, പണയമാണെന്ന് പറഞ്ഞപ്പോ എന്റെ വാപ്പ പറയുക, അതെ അവളുടെ അനിയത്തി കൊണ്ട് ഞങ്ങൾ വിവാഹം ചെയ്തയക്കുവാൻ, ഞങ്ങൾ ഉണ്ടാക്കിയ മുതലാ, അതുകൊണ്ട് അവക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ജോസഫ് പറഞ്ഞു, വേണ്ട സാറേ, എന്നോട് പറഞ്ഞു അത് കൊടുത്തിക്കാൻ, അവരെടുത്തോട്ടെ, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജിംക ഞാൻ ഊരി എന്റെ ഹസ്ബൻഡിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ പണയം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്യാതെ ഞാൻ ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്കൊന്നും ആകുവാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അത് പണയം വെച്ചൊക്കെ പിറ്റേന്ന് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോ അവിടെയുണ്ട് എന്റെ ഉമ്മ വിവാഹം ചെയ്തിട്ട് ഉപേക്ഷിച്ചു പോയ ഏറ്റവും ഉമ്മയുടെ അനിയത്തിയും ഒരു കുഞ്ഞുള്ള ആ വ്യക്തിയും ഈ എന്നെ വിവാഹം ചെയ്യാനുള്ള വ്യക്തിയും കൂടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസിൽ അവിടെ രജിസ്റ്റർ ചെയ്യുക. വാപ്പ ഒരു വശത്ത് ആ എന്നെ കല്യാണം കൊണ്ടുവന്ന വിവാഹം കൊണ്ടുവന്ന വ്യക്തിയെ എന്റെ ഉമ്മയുടെ അനിയത്തിയെ വിവാഹം ചെയ്യുന്നു. ഇങ്ങേ വശത്ത് ഞാനും ജോസഫും ആയിട്ടുള്ള എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. ആ സമയത്ത് അവരൊക്കെ ഒത്തിരി അവിടെ ആ രജിസ്റ്റർ ഓഫീസിലെ ഓഫീസറൊക്കെ വഴക്ക് പറഞ്ഞു വാപ്പനെയൊക്കെ, ഇയാൾ വിവാഹം ചെയ്തല്ലെന്ന് ഞാൻ നിങ്ങൾ എങ്ങനെ അറിയുന്നു, എന്താണ് രേഖയുള്ളതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടായിരുന്നു. അങ്ങനെ എന്താണേലും വിവാഹം ചെയ്ത് 1989 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും പോവാനിടയായി. എന്നും ഒരു സ്നേഹിക്കാൻ അറിയത്തില്ല, എന്നും മദ്യവും കഞ്ചാവും ആയിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രത്യേക കാട സ്വഭാവമാണ് ആൾക്ക്. ഒരു സ്നേഹമായ ഒരു വാക്ക് പോലും എന്നോട് പറയുവാൻ കഴിയാത്ത ഒരു വ്യക്തി. പിന്നെ എന്റെ ജീവിതം കുഞ്ഞുകാലം തൊട്ട് വാപ്പയുടെ സ്നേഹം വീണ്ടും പോലെ കിട്ടിയിട്ടില്ല, ഉമ്മയുടെ സ്നേഹം വീണ്ടും പോലെ കിട്ടിയിട്ടില്ല, സഹോദരങ്ങളുടെ സ്നേഹം വീണ്ടും പോലെ കിട്ടിയിട്ടില്ല. ഈ ഭർത്താവിൽ വന്നപ്പോ ഈ ഭർത്താവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. എന്റെ ഉമ്മ പണിതുകൊണ്ടിരുന്ന കാലമൊക്കെയും അതെ, ഞാൻ പണിയുന്ന പൈസ കൊണ്ട് പോലും എന്റെ കാത് കുത്തി 2 കമ്മലിടാനോ എനിക്കൊരു കൊലുസ് വാങ്ങാനോ നോക്കിയിട്ടില്ല. എന്റെ ഉമ്മ എന്റെ അനിയത്തി എന്നുണ്ടായി വന്നതേ എന്റെ പൈസ എടുത്ത് അവൾക്ക് കാത് കുത്താനൊക്കെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഓർണം എന്റെ ഉള്ളിലേക്ക് വരിക. ഇരമ്യാ പ്രവചനം 31 അധ്യായത്തിന്റെ 3 വാക്യം ഇങ്ങനെ പറയുക, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്റെ അനുഭവത്തില് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, കർത്താവ് എനിക്ക് എല്ലാത്തിലും വലിയവനായിരുന്നു. അതുകൊണ്ടാണല്ലോ അനേക അപകടങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചത്. നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ച എന്റെ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്റെ അനുഭവത്തില് ഇന്ന് അവനവന്റെ ഭവനങ്ങളില് സ്നേഹം കിട്ടാതെ ആയിരിക്കുന്നെങ്കിൽ, വേദനാജനകമായ അനുഭവത്തിൽ എന്നെ പോലെ അന്നത്തെ പോലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ടിവിയിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, യഹോവ ദൂരത്ത് നിന്ന് നിങ്ങളോട് അരുളി ചെയ്യുകയാ, ഞാൻ നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ച കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുവാൻ പ്രാപ്തനാണ്, ശക്തനാണ്. അമ്മ കൈവിട്ടാലും, മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനെ വെറുക്കുമോ, എന്നാൽ ഞാൻ നിത്യതയോടെ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ?
താൻ പ്രസവിച്ച മകനെ സ്നേഹിക്കാതിരിക്കുമോ? എന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനം മറ്റൊരിടത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം സ്നേഹമില്ലാതെ കഷ്ടതയിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ പോകുന്ന ദൈവജനമേ, ആരെന്നെ കേൾക്കുന്നുവെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയാം, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. തന്റെ ജീവനെ തന്നാണ് കർത്താവ് സ്നേഹിക്കുന്നത്. ഒരപ്പനാട്ടെ അമ്മയാട്ടെ, ഞാൻ പരസ്യ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നാം ഓമനിച്ചു വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾക്ക് ഒരു കേട് വന്നാല് നമ്മുടെ അവയവങ്ങളുടെ പാതി നാം പകുത്തു കൊടുക്കും. നമ്മുടെ കരളാവട്ടെ, നമ്മുടെ കിഡ്നി ആവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു പിതാവിന് കരളിന് പകുതി, കരളില്ലാഞ്ഞിട്ട് ഒരു മോളെ പകുത്തു കൊടുത്തു. അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അവയവങ്ങളുടെ പാതി പകുത്തു കൊടുക്കും. പക്ഷേ ഇവിടെ പാതിയല്ല, കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ മുഴുവനായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ജീവനെ നരകത്തിൽ വിടാതിരിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്തു? തന്റെ ജീവനെ മുഴുവനായി കൊടുക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു വചനവും കൂടെ വരുന്നുണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് പറയട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ താഴെ ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുകയാ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. ദൈവമായിരുന്നവൻ ദൈവസ്ഥാനം വിട്ട് അവൻ ഇറങ്ങി വന്ന് നമ്മെ പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ, ഒരടിമയെ പോലെ, ഒരു ദാസനെ പോലെ നമുക്ക് വേണ്ടി തന്റെ ദൈവസ്ഥാനം മാറ്റിവെച്ച് ഇറങ്ങി വന്ന ദൈവത്തെയാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്കും ആ ദൈവത്തെ പിൻപറ്റുവാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ പിന്നെയും തുടങ്ങട്ടെ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കഷ്ടതയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന അനുഭവമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ ഈ വ്യക്തി എന്ത് ചെയ്തു? ഒന്ന് കുളിക്കാനായി കടന്നുപോയി. അപ്പൊ അന്നൊക്കെ ഞങ്ങളുടെ വീട്ടില്, ഞാൻ പറഞ്ഞില്ലേ, കുടിക്കാൻ തികയത്തില്ല, കഞ്ചാവിന് തികയത്തില്ല. അപ്പൊ വീട്ടിൽ പലപ്പോഴും പട്ടിണിയാ, ഇഷ്ടംപോലെ പട്ടിണി കഴിഞ്ഞിട്ടുള്ള വ്യക്തി ഇവിടെയും വന്ന് പട്ടിണിയാണ്. ഒരു സ്നേഹവാക്കുണ്ടോ? അതുമില്ല. ഒരു വാക്ക് സ്നേഹത്തോടെ വിളിക്കത്തില്ല. 100 തെറി ഒരു മൂല കൂട്ടിക്കെട്ടി പറയുന്ന ഒരു സ്വഭാവമാണ് ആൾക്ക്. ഞാന് ഇങ്ങനെ വന്നുവെങ്കിലും ഈ വ്യക്തി പണിക്കൊക്കെ പോയിട്ട് കടന്നു വരുമ്പോ ഒരു കുറ്റവാളിയെ പോലെ അടുക്കളയിൽ ഒളിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഒരു വ്യഭിചാരം ചെയ്ത വ്യക്തിയെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ ഈ വ്യക്തിയുടെ മുഖം കാണാൻ പേടിയായിട്ട് ഞാൻ കയറി അടുക്കളയെ പോയി നിന്ന സമയങ്ങൾ ഞാൻ ഓർക്കും. ഈ വ്യക്തി വരുന്ന വഴിയുണ്ടല്ലോ, അതൊരു പ്രത്യേകതയാണ്. എല്ലാവരും പോകുന്ന വഴിയാണെങ്കിലും 2 വീടിന്റെ ഇടയ്ക്കായിട്ട് വഴിയുണ്ട്. അതിലൂടെ കടന്നു വരുന്ന ഒരു പ്രത്യേക ശബ്ദമാണ് ഈ വ്യക്തി വരുന്ന ഒരു ശബ്ദം. അത് കേൾക്കുമ്പോഴേ എന്നെ കിലുകിലെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കുഞ്ഞിലേ തന്നെ വളരെ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴൊരു വേറൊരു കാര്യം ഓർക്കുന്നു, അത് ഓർമ്മയിലേക്ക് ഒന്ന് പറയട്ടെ. ഞങ്ങളുടെ അടുത്തുള്ള എൻ്റെ അമ്മ വീട്ടിൽ താമസിക്കുമ്പോൾ ജമീല എന്ന് പറഞ്ഞ ഒരു മച്ച, എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട് 2 സെന്റ് വീടാണ്, ഒരു കൊച്ചു വീടാണ്. അപ്പൊ ഞങ്ങൾ അവിടെ എപ്പോഴും പട്ടിണിയും പരിപട്ടമാകുമ്പോൾ ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് താമസിച്ചവര് സാമ്പത്തികമുള്ളവരാ. അവരെന്ത് ചെയ്തെന്നറിയാമോ? ചെറിയ ചെറിയ കല്ലുകൊണ്ട് ഞങ്ങളുടെ വീടിനെ കാണാത്ത വിധത്തിൽ പൊക്കി കയ്യാല പണിത് വെച്ചിട്ട് അവര് കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കാണാതിരിക്കുവാനും, ഞങ്ങളുടെ ഈ ദാരിദ്ര്യാവസ്ഥകളായിരിക്കുന്നതിന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയുടെ അനിത്യയായ മാനസിക രോഗിയുടെ അവസ്ഥകളൊന്നും കാണാതിരിക്കാൻ അവരവിടെ മറച്ചു കെട്ടി. പിന്നെ ഒരു അരയൊക്കെയുള്ള കയ്യാല കെട്ടി ഞങ്ങളൊരു ജയിലറയ്ക്കുള്ള പോലെയാണ് ഒരു 2 സെന്റിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഈ വ്യക്തി ഒരിക്കൽ വഴക്കുണ്ടാക്കി. ഈ ജമീല എന്ന് പറഞ്ഞ ആ വ്യക്തി വഴക്കുണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. ആ വ്യക്തി വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കി. എന്തെന്നാ പറയണമെന്ന് അറിയാമോ? കാരണം മഴ പെയ്തു വരുന്ന വെള്ളം ഞങ്ങളുടെ വീട് വിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഒഴുകി ചെല്ലരുത്. എന്ത് ചെയ്യും ദൈവദാസനെ? ഈ ഒഴുകി വരുന്ന വെള്ളം നമുക്ക് കുഴിയുണ്ടോ അങ്ങോട്ട് വിടുവാൻ? ഇവരുടെ വീടല്ലേ, ചുറ്റും ഇവരുടെ പറമ്പാണ്, അങ്ങോട്ടേക്ക് പോകരുതെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുറ്റത്ത് വന്ന് നടവാതൊക്കെ ഇവരുടെ മസാല അതിരി വെച്ച് കയ്യാലയും കെട്ടി ഞങ്ങളുടെ മുറ്റത്ത് വന്ന് തോട് കീറുക. എന്താ? ഈ വെള്ളം അവിടെ താഴണം. ഈ വെള്ളം അവിടെ താഴുവാനായിട്ട് ഈ വ്യക്തി ചെയ്യുമ്പോൾ ഞങ്ങളുടെ തിണ്ണ, അന്ന് ഈ ചങ്കുവപ്പം ഉള്ള ഒരു തിണ്ണയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ തിണ്ണയിൽ ഈ വ്യക്തി കുഴി കുത്തിയിട്ട് ഇങ്ങനെ അധികാരത്തോടെ നിൽക്കുക. എന്റെ ഉമ്മയുടെ ഏറ്റവും അനിയത്തി ചെരുപ്പെടുത്ത് ഒരൊറ്റ അടി അവരുടെ പുറത്ത് കൊടുത്തപ്പോ മൊത്തം ബഹളമായി. ഈ വ്യക്തി മാത്രവും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്റെ ഇളയ മാമ, മൂത്ത മാമ നേരത്തെ ഒരു സഹകരണവും ഇല്ല ഞങ്ങളുമായിട്ട്. ഇളയ മാമ, എന്റെ അനിയത്തിയ,
എന്റെ ഉമ്മായ, എന്റെ ഉമ്മയുടെ അനിയത്തിയ, ഇവരെല്ലാം ഇവരെ അടിക്കുമ്പോ എന്റെ ആങ്ങള പോലും പറഞ്ഞു കൊടുക്കും, ഉമ്മയുടെ അനിയത്തി പറഞ്ഞു കൊടുക്കും, തെറിയും പറയും, ചീത്തയും പറയും, അടിക്കുകയും ചെയ്യുക. ഈ സമയത്ത് ഞാൻ ഭയപ്പെട്ട് എന്ത് ചെയ്യുന്നു അറിയുമോ, ഇവരെനിക്കിട്ട് അടിക്കുമെന്ന് ഓർത്ത് ഞാൻ അവരെ അടിക്കാനൊന്നും പോയില്ല. എനിക്ക് ഭയങ്കര ഭയമാണ്. ഒന്നാമത് ദൈവഭയം, രണ്ടാമത് മറ്റുള്ളവരെ ഭയം. ഈ വാപ്പയുമായിട്ടുള്ള അടിയും ബഹളവും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം, പേടിയാണ്. അങ്ങനെ ഞങ്ങള്, എന്റെ ഉമ്മ വെല്ലുമ്മ ചക്കക്കുരു ഇട്ട് വെക്കാനായിട്ട് ഒരു കട്ട കൊണ്ട് മറച്ചൊരു മൂലയിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ടിരുന്നു. അപ്പൊ എന്റെ പ്രായമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ കുഴിക്കകത്ത് ഇറങ്ങി ഇങ്ങനെ വളഞ്ഞുകൂടി ഇരുന്നിട്ട് ഒരു മുറം, വലിയൊരു മുറമുണ്ട്, അത് ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെച്ചു, മൂടി വെച്ചു. ഇവര് വഴക്കൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയപ്പോ എന്നെ അന്വേഷണം തുടങ്ങി. എന്നെ അന്വേഷിച്ചിട്ട് ആ ദേശത്തൊന്നും കാണുന്നില്ല. അപ്പൊ എന്നെ പേര് ചൊല്ലി വിളിക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ കാണണമല്ലോ എന്താണ്. അപ്പൊ എന്റെ ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇറങ്ങി വരുമ്പോ ഇനി അവര് വന്നിട്ട് എനിക്കിട്ട് അടിക്കുമായിരിക്കും, അയൽവക്കക്കാര് എന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. എങ്ങനെയോ മുറ അനങ്ങിയോ എങ്ങനെയോ വീട്ടുകാർ കണ്ടുകൂടി. ഉമ്മയെന്ന് എനിക്ക് ഒത്തിരി തല്ല് തരുവാനിടയായി. എടി ഞങ്ങളെ എല്ലാം അവള് കൊന്നിട്ട് നീ ജീവിച്ചിരിക്കാനാണോടി ഇത്രയും ചെയ്തു വെച്ചതെന്ന് ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതുപോലെ എനിക്ക് ഭയമാണ്. ഞാൻ ആരെയും ഒന്നും ചീത്ത പറയത്തില്ല. എന്റെ വീട്ടുകാരൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്റെ വീട് വിട്ട് ഇറങ്ങിപ്പോകും. സിറ്റിയിലേക്ക് പോയി 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 ദൂരത്ത് ചെന്നിട്ട് ഒച്ച കേൾക്കുന്നുണ്ടോ, ഒച്ച കേൾക്കാത്ത ഇടങ്ങളിൽ പോയി ചുമ്മാ കുത്തിയിരിക്കും, വെള്ളം പോലും കുടിക്കാതെ. വഴക്ക് കഴിയുമ്പോൾ വരുന്ന അനുഭവമുണ്ട്. അയൽവക്കംകാരുമായിട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ എപ്പോഴും തന്നെ ഞങ്ങളുടെ വീട്ടുകാരും വഴക്ക്. എന്റെ ഉമ്മയുടെ അനിയത്തിയും വിട്ടുകൊടുക്കുന്ന ആളല്ല. അങ്ങനെയുള്ള അനുഭവങ്ങളിലൊക്കെ അപ്പോ ഇങ്ങനെയൊക്കെ വളർന്നു വന്നിട്ട് ഈ വ്യക്തിയുടെ ഭാര്യയായി തീർന്നപ്പോ എന്നെ ഓട് വിറയ്ക്കുന്ന അനുഭവം, ഒളിച്ചിരിക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ എന്റെ ഹസ്ബൻഡായ വ്യക്തി ജോസഫ് കുളിക്കുവാനായിട്ട് പോയിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, എടി ഇന്നൊരു തേങ്ങ ഒഴുകി വന്നു ആറ്റിക്കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, തേങ്ങയൊക്കെ അരച്ചിട്ട് നാളുകളായി, കണ്ടിട്ട് നാളുകളായി. ഞാൻ പറഞ്ഞു, പപ്പ അതൊന്നും പിടിക്കാൻ പാടില്ലായിരുന്നു, നമുക്ക് തേങ്ങ അരച്ച് കൂട്ടാമായിരുന്നല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല എനിക്കത് പിടിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് മുങ്ങല് തന്നെ അധികം വേഗം വേഗം മുങ്ങിയ ശ്വാസം മുട്ടുന്ന ഒരു അനുഭവമുണ്ട്, എനിക്ക് നീന്തൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതൊക്കെ വിവാഹം കഴിഞ്ഞ് 2-3 ദിവസം ആയപ്പോഴും കണ്ടാ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആള് കുളിക്കാൻ പോയിട്ട് ആളെ കാണാനില്ല. അനിയനാണെങ്കിൽ ചെന്ന് നോക്കുന്നു, ഷാപ്പിലൊക്കെയാണ് എപ്പോഴും കാണുക. കുളിക്കാൻ പോണ വഴി ഒരു തോളയിലിട്ട് ഒരു മുണ്ട് കൊടുത്തോണ്ട് ഏത് വഴി വേണേലും പോകും ആള്. അപ്പോ ഈ ആളെ അന്വേഷിച്ച് അനിയൻ പോയിട്ടൊന്നും ആളെ കാണാനില്ല, കണ്ടെത്തുന്നില്ല. കാണാതെ വന്നു കഴിഞ്ഞപ്പം ഞാനാണ് കരച്ചിൽ തുടങ്ങി. എന്റെ ചിന്ത മുഴുവനും എന്റെ മാതാപിതാക്കളെ വെറുത്ത്, അവരെ വെറുപ്പിച്ച് ഞാനിങ്ങനെ വന്നതുകൊണ്ട് എന്റെ ജീവിതം പോയി വിത്തിക്കിട്ടെല്ലാം തലയിട്ടടിച്ച് ഞാൻ കരയുക, നാട്ടുകാരെല്ലാം കൂടി. അപ്പൊ അനിയൻ പല ആവർത്തി ചെന്ന് നോക്കുന്നുണ്ട്, സിറ്റിയിലും ഷാപ്പുകളിലെല്ലാം കാണുന്നില്ല. ലാസ്റ്റ് ചെന്നിട്ട് വന്ന് പറഞ്ഞു, 7-ാം മൈലിന് പോയിട്ടുണ്ടെന്നാ പറഞ്ഞേന്ന് പറഞ്ഞു. 7-ാം മൈലാണ് ഷാപ്പ്. എന്നെ കിളിയിലെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോ അനിയനോട് ഞാൻ ചോദിച്ചു, അത് എവിടെ പോയതായിരുന്നു? അത് ആറ്റിന്റെ അവിടെ കുളിക്കാൻ പോയപ്പോ പാലം പണിത അവിടുത്തെ സ്ലാബ് ഒക്കെ മിച്ചം ഉണ്ടായിരുന്നു, അത് വേറൊരു വീട്ടുകാർ മേടിച്ചു, അത് വണ്ടിയെ കയറ്റി അവരുടെ കൂടെ തലയനാട് മഞ്ഞപ്പുറയൊക്കെ പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയാകാൻ തുടങ്ങി. ആള് വന്ന് കയറി ഇതേ എന്നോട് ചടാന്ന് പറഞ്ഞുണ്ട്, അടിച്ചില്ല, ഭയങ്കര തെറി പറയാൻ തുടങ്ങി. ഞാൻ 6 പോണമെന്നായിരുന്നു അല്ലേടി നിന്റെ ഉദ്ദേശം, നീ രക്ഷപ്പെട്ടൊന്ന് ഓർത്തല്ലേ എന്നൊക്കെ പറഞ്ഞു കുറച്ച് ചീത്തയൊക്കെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പ്രിയ ദൈവദാസനെ, ആ ദിനങ്ങളിൽ തന്നെ ഏതാണ്ട് 1 വർഷം തികഞ്ഞില്ല, 10-ാം മാസമായപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു മോൻ ജനിക്കുവാനിടയായി തീർന്നു. ഉടനെ തന്നെ 1989 സെപ്റ്റംബർ 5 വിവാഹം, 1990 ജൂൺ 3-ാം തീയതി ഞങ്ങൾക്കൊരു മോനെ കിട്ടി. അപ്പോ മോനെ ഗർഭിണിയായിരിക്കുമ്പോ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്ന് ഹസ്ബൻഡ് പറയും, ഇത് വേണ്ട, നമുക്ക് വേണ്ട, മക്കള് വേണ്ട, കാരണം മക്കള് വന്നാല് എന്താ അപ്പനും അമ്മയും ഞങ്ങൾക്കായിട്ട് തേടിയിട്ടേക്കണെന്ന് ചോദിക്കും, അതുകൊണ്ട് മക്കള് വേണ്ടെന്നൊക്കെ എന്നെ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ, ഈ മനുഷ്യൻ എന്ത് ദുഷ്ടനാണ്, എനിക്ക് വേണം മക്കളെന്ന് ഞാനിങ്ങനെ ഓർത്ത് പറയല, നേരെ പറയില്ല, പേടിയാ. എങ്കിലും അപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പം പലരോടും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കളയാനൊക്കെ, അബോർഷൻ ചെയ്ത് കളയാനൊക്കെ നോക്കി. പക്ഷെ പൈസ പ്രിയനായ വ്യക്തിക്ക് മദ്യപേനിക്ക് ആരും കാശ് കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ അത് അബോർഷൻ ആയി പോയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം എന്നോട് എപ്പോഴും എന്റെ വയറെ തൊട്ട് എടാ എടാ എന്ന് വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയും, ഇല്ല, എടാ അല്ല, പെണ്ണാണ്. കാരണം എന്റെ ആങ്ങള ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊന്നും നോക്കുകയില്ല, ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എനിക്ക് ആണുങ്ങളെ ഇഷ്ടമില്ല.
ഞാനാണ് കുടുംബബുദ്ധിയോട് എനിക്ക് എന്തോ പെണ്ണുങ്ങളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. മാത്രമല്ല ഞാൻ പറഞ്ഞു എന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഞാൻ എന്റെ വീട്ടിലെ ഉമ്മയുടെ മൂത്തതാണ്. എന്റെ ഉമ്മ അവരെല്ലാവരും മൂത്തൊരു പെണ്ണാണ്. അപ്പൊ ഞാനും എന്ത് ചെയ്യാ മൂത്തത് പെണ്ണാ. അപ്പൊ എന്റെ മോനും ഉണ്ടാകുന്നത് ആദ്യം മോള് തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി ഒരു ദിവസം പറഞ്ഞു കൂസായിരുന്നു, പെണ്ണാണെങ്കിൽ ചത്തുപൊക്കോട്ടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എനിക്ക് പേടിയായി എന്റെ കുഞ്ഞുണ്ടാകുമ്പോ ഇയാള് ഞെരിച്ച് കൊന്നു കളയുമോ എന്ന് പേടിയായി. അന്ന് തൊട്ട് പിന്നെയും ഞാൻ പ്രാർത്ഥന തുടങ്ങി. അന്ന് ഞാന് യേശുവിനെ വിളിക്കത്തില്ല, അള്ളാഹുവേ എന്ന് പറയത്തില്ല, മറ്റൊരു ദൈവങ്ങളെ വിളിക്കുകയില്ല. എന്റെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോ മോൻ ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഒരു ദൈവങ്ങളെയും വിളിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ മോന് ഉണ്ടായി. 1990 ജൂൺ 3-ാം തീയതി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ കൊണ്ടുപോയിട്ട് ആള് മുഴുവൻ കൂസാണ്. കൊണ്ടുപോയി ഡോക്ടർ എന്നെ ലേബർ റൂമിൽ കയറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുക, അയ്യേ ഇതൊന്നും ആയിട്ടില്ല, ഇത് ആരാ കൊണ്ടുവന്നേ? അപ്പൊ നേഴ്സ് പറയുക എന്റെ അടുത്ത് നിന്ന്, അയാൾക്കൊരു വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ല, അയാൾ മുഴുവൻ കൂസായിട്ട് നിപ്പുണ്ട് എന്ന് പറയും. എന്റെ വീട്ടുകാരൊന്നും എന്നെ നോക്കുന്നില്ല, ആരുമില്ല വേറെ. അവിടെ ആ ലേബർ റൂമിൽ കിടന്ന് ഒത്തിരി ഞാൻ കരയുവാനിടയായി. ഈ മദ്യപാനിയായ വ്യക്തിയെ മാനസാന്തരം കൊടുക്കണേ എന്നുള്ള തമ്പുരാനെ എന്നാണ് വിളി മുഴുവനും. തമ്പുരാനെന്ന് മുസ്ലിങ്ങളും വിളിക്കും, എല്ലാവരും വിളിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ്, പ്രിയപ്പെട്ട ദൈവദാസനെ 3 ദിവസത്തെ രാവും പകലുമുള്ള നോവയിലൂടെ ഒരു മോൻ ഞങ്ങൾക്കുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഒരു വെള്ളിയാഴ്ച പോയി, ശനിയും വെള്ളി പകലും രാത്രി ഞായറും, ശനിയും പകലും രാത്രിയിലും കഴിഞ്ഞ് ഞായറാഴ്ചയാണ് പോയി. 3-ാമത്തെ ദിവസം മോനുണ്ടായതൊക്കെ പൈശാചിക ശക്തിയുടെ ഭയങ്കര വിളയാട്ടം എന്നിന്മേൽ ഉണ്ടാകുവാനിടയായി തീർന്നു. കാരണം ഈ ഈ എല്ലാവർക്കും, ഞാൻ അവിടെ വന്നിരുന്ന പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അവർ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർക്ക് നോവില്ല. അപ്പൊ ഡോക്ടർ പറയും, ചേച്ചി നടന്നേ നോവുണ്ടാവട്ടെ എന്ന് പറയുക. പക്ഷെ എനിക്ക് നടക്കുമ്പോഴും ആണ് നോവില്ല. കിടക്കുകയിരിക്കും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നോവാ. അതുകൊണ്ട് കിടക്കത്തുമില്ല, ഇരിക്കത്തുമില്ല. ഏതെങ്കിലും കസാര ചെന്ന് ഇരുന്ന നടു അവിടെ വീണു പോകും. പിന്നെ ആരെങ്കിലും വേണം ഏൽപ്പിക്കാൻ, ആരാണ് കൂടെ ഉള്ളത്? അതുകൊണ്ട് ഇരിക്കുകയില്ല, കിടക്കുകയില്ല, നടപ്പ് തന്നെ നടപ്പ്. ഉറങ്ങാതെ 2 ദിവസം എല്ലാം ഉറങ്ങാതെ നടക്കുമ്പം ഇങ്ങനെ വേച്ച് പോകും വീഴാനായിട്ട്. ഈ കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ പൈശാചികൻ അവന്റെ ഗർഭത്തിൽ തൊട്ട് തന്നെ, ഞാൻ അവന്റെ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ വളരെ പോരായിട്ടുണ്ട് ഞങ്ങളുടെ മോനെ. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കോളപ്പുറ ആയിരിക്കുമ്പോൾ ഒരു ദിവസം മൂത്രം ഒഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ ഞാനിങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയൊരു തീക്കട്ട ഞാൻ അന്ന് കണ്ടിട്ടുള്ള ആദ്യമായിട്ടായി. പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല, അതിന് മുൻപും കണ്ടിട്ടില്ല. വലിയൊരു തീക്കട്ട എന്റെ നേരെ പാഞ്ഞു വന്നു, റോക്കറ്റ് വരും പോലെ. ഞാൻ പറഞ്ഞു, അയ്യോ ദേ ഒരു തീക്കട്ട വരുന്നതെന്ന് വെച്ചു. എവിടെയാന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവൻ തെറി പറയാൻ തുടങ്ങി. തെറിയാണെന്ന് പറയുന്ന പിശാചാണെന്ന് അറിയാം, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് അതിനെ പിടിച്ചിട്ടൊന്നും നിന്നില്ല. പിന്നെ ഒരു ദിവസം ഇറങ്ങിയപ്പം ഞങ്ങളുടെ പരിസരം തെളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ആന കരിമ്പും കാട്ടി കയറിയ പോലെ ഭയങ്കര ഞെരിഞ്ഞുടയുന്ന ഒരു ശബ്ദം. അന്നും ഞാൻ പേടിച്ച് വിറച്ച് വീട്ടിനകത്ത് കയറുവാനിടയാ. ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ ചെന്നപ്പോഴും ഇങ്ങനെ പലവട്ടം പല വിധത്തിലായിട്ട് എനിക്കിങ്ങനെ പൈശാചികമാവുന്ന അനുഭവങ്ങൾ അനുഭവപ്പെടുവാനിടയായി. അങ്ങനെ എന്താണേലും 3-ാം ദിവസം ഞങ്ങൾക്കൊരു മോനുണ്ടായി. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിന് മുമ്പേ ഞാൻ പ്രാർത്ഥന തുടങ്ങി, ദൈവമേ പെണ്ണുണ്ടായ കുന്നുകളെയും, അതുകൊണ്ട് ഒരു ആൺകുട്ടി വേണം. അങ്ങനെ ഉണ്ടായി. എന്താണെങ്കിലും അന്ന് എന്റെ ഹസ്ബൻഡ് ഭയങ്കര സന്തോഷത്തിലായി, ഭയങ്കര സന്തോഷം. എന്റെ ചെവിയിൽ എന്നോട് പറഞ്ഞു, എങ്ങനെയുണ്ടടി എന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോ ഗർഭത്തിൽ വെച്ച് തന്നെ അതിന് മുൻപേ എന്റെ കർത്താവ് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവിന് വേണ്ടി കണ്ടിരുന്നത് കൊണ്ട് പുതിയ സൃഷ്ടിയായി ദൈവം തീർത്തത് കൊണ്ട് ആ പാരമ്പര്യം അവിടെ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു. പ്രിയ, അതിനിടയിൽ ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡും ഞാനുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 37 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ മൂത്ത മോന് 36 വയസ്സുണ്ട്, മോൾക്ക് 34 വയസ്സുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 37 വർഷം കഴിഞ്ഞു. എന്റെ അമ്മയോ അതിന്റെ അമ്മയോ അങ്ങനെ കുറെ അമ്മമാര് ഒരിക്കലും ഇങ്ങനെ ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ല ഇത്ര വർഷക്കാലം. അപ്പം എന്റെ പാരമ്പര്യത്തെ, അതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പാരമ്പര്യത്താല് ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ ഒന്ന് പറയാം, എന്റെ അനുഭവത്തിലൂടെ പാരമ്പര്യത്തെ മാറ്റുന്നവനാണ് ക്രിസ്തു. അതുപോലെ എനിക്ക് മോളുണ്ടാകേണ്ട സ്ഥാനത്ത് പാരമ്പര്യം എന്ന് പറഞ്ഞാല് ഭർത്താവിന് ഇല്ലാതെ പോകുക, ആ പാരമ്പര്യത്തെ ദൈവം മാറ്റി തന്നു. മാത്രമല്ല, ഞാന്
എന്റെ മുൻപുള്ള അമ്മമാരെല്ലാം മൂത്തൊരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മോനെ തന്ന് ആ പാരമ്പര്യവും ദൈവം എന്ത് ചെയ്തു? അവിടെ മാറ്റുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം ഞാൻ ഓർപ്പിക്കുക എന്നെ കേൾക്കുന്നവർക്കായിട്ട്. അങ്ങനെ മോനുണ്ടായി. പ്രിയ ദൈവദാസനെ അന്ന് തൊട്ട് മോൻ അസുഖമായി തീരുവാനിടയായി. അടുത്ത കഷ്ടതകള് ഞങ്ങളെ തേടി വരുവാനിടയായി. കഷ്ടത എന്ന് പറഞ്ഞാൽ 3 ദിവസം രായും പകലും ഒരേപോലെ ഉറങ്ങാതെ കരച്ചില്. ഈ കുഞ്ഞ് കരഞ്ഞ് 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 ഉള്ള അനുഭവങ്ങൾ. ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാല്, എന്റെ ഉമ്മ പറഞ്ഞിട്ട് കൊന്താലവള്ളി പോയി. മോനുണ്ടായപ്പോ ഉമ്മയ്ക്കും അല്പം സ്നേഹമൊക്കെ ഞങ്ങളോട് ശകല അടുപ്പമൊക്കെ ഉണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ എന്നും എന്നോട് പറയും, എന്റെ ഉമ്മ പറയും, ക്ലാസ് എടുക്കും, മോനെ നീ ഒരിക്കലും വേറെ ജാതിയിലേക്ക് പോയേക്കരുത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമുക്ക് അവനെ പൊന്നാനി കൊണ്ടുപോകണം, മുസ്ലിം ആക്കണം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം. ഞാൻ ആ പോയ ഉടനെ തന്നെ എഴുത്തൊക്കെ എന്റെ മാമ വിട്ടായിരുന്നു, മോളെ നിന്റെ ഈ പ്രായത്തിൽ ഇതൊക്കെ വന്നു, സാരമില്ല, നമുക്ക് അവനെ പൊന്നാനി കൊണ്ടുപോകണം, മുസ്ലിം ആക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ഉമ്മ പറയും, നിന്നെയും മക്കളെ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ചുമ്മാ പറയണം, എന്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കല, ജാതി മാറി, അതുകൊണ്ട് മുസ്ലിം ആകണമെന്നൊക്കെ പറയുമ്പോൾ അവൻ മുസ്ലിം ആവുമെന്നൊക്കെ എന്നെ എപ്പോഴും ക്ലാസ് എടുക്കുന്ന അനുഭവമുണ്ട്. അന്ന് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ കൊന്താലവള്ളി പോയി പിടിപ്പണം വാരിയിട്, പൂമാല റൂട്ടിന് പോകുമ്പോൾ പൂമാലയ്ക്ക് പോകുന്നതിന് ഇപ്പറയാണ് കൊന്താലവള്ളി, അവിടെ പോയി കുഞ്ഞിനെ കൊണ്ട് പിടിപ്പണം വാരി ഇടിപ്പിച്ച് അവന്റെ അസുഖം പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി പിടിപ്പണം വാരിയിട്ട് കുഞ്ഞിന്റെ അസുഖം പോയില്ല. അന്നത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തൊടുപുഴ ഏറ്റവും വലിയ ഹോസ്പിറ്റല് മുതലപ്പുഴ ഹോളി ഫാമിലി ആശുപത്രിയാണ്. ഹോളി ഫാമിലി എന്നാണെന്ന് തോന്നുന്നു ആശുപത്രിയുടെ പേര്. മുതലക്കുളത്തുള്ള വലിയ പ്രൈവറ്റ് ആശുപത്രി. അവിടെ കൊണ്ടുപോയി കുഞ്ഞിന്റെ എല്ലാ ടെസ്റ്റും ചെയ്തു, ബ്ലഡ് അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്തു, ഒരസുഖവുമില്ല. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിയപ്പെട്ടവൻ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി, കൊടയത്തൂരുള്ള ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി. മുസ്ലിങ്ങള് ചെയ്യുന്ന കെട്ടുവരെ അഴിച്ചുവിടുന്ന ഒരു ഭയങ്കര ഉള്ളം കൈ തീ കത്തിക്കുന്ന ആളെന്നൊക്കെയാ പറഞ്ഞു കേട്ടേക്കുന്നത്. ആ മന്ത്രവാദിയുടെ അടുത്ത് പോയി, എന്താണെന്ന് അറിയാൻ പോയതാ, മന്ത്രവാദം ചെയ്യാൻ പോയതല്ല ഈ കുഞ്ഞിനെ. അപ്പോ അവിടെ ചെന്നപ്പോ മന്ത്രവാദി പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ചെന്നപ്പോ എന്റെ ഹസ്ബൻഡിന്റെ തോളെ തട്ടിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ഈ കേസ് പറ്റത്തില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കണ്ടിരിക്കുക ഞങ്ങളെ. അപ്പൊ മന്ത്രവാദിയുടെ പണിയൊന്നും ഏക്കാതെ ദൈവം എന്ത് ചെയ്യുക, ദൈവദാസനെ ആ മന്ത്രവാദിയുടെ ഒരു പണിയും ഒന്നും ഏക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് ഇന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയും, ധൈര്യപൂർവ്വം പറയാൻ കഴിയും. അങ്ങനെ അവിടെ നിന്നും വന്നു കഴിഞ്ഞ് ഈ വീട്ടിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവന് പോകേണ്ടുന്ന സ്ഥാനങ്ങളെല്ലാം എത്തേണ്ട ഇടങ്ങളെല്ലാം പോയിട്ട് ഒരു കുറവുമില്ലാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവൻ ജോസഫ് എന്ന് പേരാണെങ്കിലും കത്തോലിക്ക അനുഭവത്തിലാണെങ്കിലും പള്ളി പോകത്തില്ലായിരുന്ന ആള്. പള്ളി പോകത്തില്ല, എന്തെങ്കിലും വല്ല പള്ളിപ്പെരുന്നാളൊക്കെ വന്ന് വല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആള് പള്ളി പോകും, അല്ലാതെ പോകത്തൊന്നുമില്ല. കർത്താവിൽ വലിയ വിശ്വാസമാണ്. എന്നാൽ ഞങ്ങളുടെ വീട്ടില് ഭയങ്കര അടിയും ബഹളവും, ഞങ്ങളുടെ കുഞ്ഞു മക്കള് പിള്ളേര്, അത് മോളും കൂടെ ഉണ്ടായ ശേഷം അത് ഞാൻ പിന്നെ വഴിയെ പറയാം. അപ്പോ ഈ അടിയും ബഹളവും ഒക്കെ കണ്ടിട്ട് പലപ്പോഴും ഞങ്ങളുടെ അടുത്തൊരു അച്ചായന്, തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരു അച്ചായനും റോസമ്മ എന്ന് പറഞ്ഞ ഒരു ആന്റി ഉണ്ടായിരുന്നു, ഒരു ബന്ധക്കോസുകാരാ. അവര് പലവട്ടവും ഞങ്ങളുടെ വീട്ടിലോട്ട് ഈ അടിയും ബഹളവും കണ്ടുകൊണ്ട് വരാനൊക്കെ, വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ പറയുമ്പോഴേ ഞങ്ങൾ അറിയുന്നത്, ഒരു പുതിയ നിയമമൊക്കെ എടുത്തു വെച്ച് അവിടെ നിൽക്കും. ആളങ്ങനെ ഒരു ഒന്നിറങ്ങി ഇങ്ങനെ ഇറക്കവും കയറ്റമായിട്ടുള്ള വഴിയാണ്. അവിടെ നിന്ന് കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക് ഇറങ്ങി വന്ന കഴിയുമ്പോൾ ഇവര് കയറി വാതിലടയ്ക്കും. പേടിയാ ആളെ കാണുമ്പോൾ, പറയത്തൂല സുവിശേഷം. അപ്പൊ അവിടെ പ്രാർത്ഥന നടക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ നാത്തൂമാർ എന്നോട് ചോദിക്കും, ഒന്ന് പറ ചേച്ചി ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥന കൂടാനല്ല പോകുന്നത്, ഒരു നേരം ഭക്ഷണം അവിടെ പ്രാർത്ഥന കഴിയുമ്പോൾ നല്ല ചായയും കടിയൊക്കെ ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടിയായി ഈ കുഞ്ഞുങ്ങള് എന്നോട് ചോദിക്കുമ്പം അവര് സമ്മതമില്ലാത്ത പോലെ വിടും. എന്നാലും ഞാൻ പോകുമ്പം എന്നെ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ വിടത്തില്ല ആള്. അങ്ങനെ ഇരിക്കുന്ന അനുഭവങ്ങളിൽ ഒരു ദിവസം ചെയ്യേണ്ടതായ പണിയെല്ലാം ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലാതെ വന്നപ്പോ, മദ്യപാനിയായിരുന്ന എന്റെ ഹസ്ബൻഡ് ഒരു, അന്നൊന്നും പായൊന്നുമില്ല, ഒരു ചാക്കാണെന്നാ എനിക്ക് തോന്നുന്നത്, എടുത്തിട്ട് പ്രാർത്ഥിക്കാനിടയായി. ഞങ്ങളെല്ലാം കളിയാക്കാനായി തുടങ്ങി. ആള് പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് പിന്നീടാണ് പറയുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആള് കാണുവാനിടയായി. കഴുത്തിന് മേളോട്ട് ആള് കണ്ടു എന്നാണ് പറയുന്നത്. തലമുടി വെള്ളി പോലെ വെളുത്ത് ചുരുണ്ട മുടിയായിട്ട് ഭയങ്കര പ്രകാശത്തില് പ്രാർത്ഥിച്ചപ്പോ ആളെ, ദൈവത്തെ, യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഞങ്ങളുടെ അയൽപക്കത്തുള്ള പെന്തക്കോസുകാരുടെ അടുത്തോട്ട് ഒരു ദിവസം ആൾക്കൊന്ന് പോകണമെന്ന് തോന്നി. ആള് കടന്നു എന്ന് ഇവരോട് ചോദിച്ചപ്പോ അച്ചായന് ഈ പൗലോസിനെ
ദമസ്കൊസിന്റെ പടിവാക്കൽ വെച്ച് ദൈവം സൂര്യനിൽ കവിയുന്ന വെളിച്ചത്തിൽ സന്ദർശിച്ച വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. ആളോട് സുവിശേഷം പറയുവാനിടയായി. എന്റെ ദൈവദാസനെ ദൈവത്തിന്റെ മഹാകൃപയാൽ ആ കേട്ട് സുവിശേഷം അവിടെ നിന്ന് കേട്ടിട്ട് വന്ന പിറ്റേ ദിവസം തൊട്ട് എന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്നവൻ മദ്യപാനവും കഞ്ചാവോലിയും നിർത്തുവാനിടയായി. ഇതിനിടയിലെല്ലാം എന്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീരിന് എണ്ണമില്ല. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ പലയിടങ്ങളിലും പറയാറുണ്ട്, ടാങ്ക് എത്രയുണ്ടെങ്കിലും അത് എത്ര ടാങ്കിലാണെന്ന് എണ്ണം പറയാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. പണ്ടൊക്കെ എന്റെ ഉമ്മ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഞാനും എന്റെ ആങ്ങളെയും വഴക്കുണ്ടാക്കുമ്പോൾ എന്റെ ഉമ്മ എന്നെ തന്നെയാണ് അടിക്കാറ് പതിവ്. ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്റെ വല്യുമ്മയും എന്റെ ഉമ്മയുടെ അനിയത്തി കൂടെ പറഞ്ഞു കൊടുക്കും, ഒരാണുള്ളതിനെ തിന്നാൻ വേണ്ടി അവള് പറയുന്നതാ എന്ന് പറഞ്ഞ് പറയും. ഇവൻ എന്റെ ആങ്ങളെ എന്റെ പുറത്ത് കയറിയൊക്കെ ഇടിക്കുമായിരുന്നു എന്നെ. ഒരു തവണ ഇടിച്ചിട്ട് കല്ലെറിഞ്ഞിന് മൂക്കിൽ കൂടെ ബ്ലഡ് ഒക്കെ വന്നു. അതൊക്കെ പറയുമ്പോ പിന്നെ എന്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് അടിയാ കിട്ടാറ്. അപ്പോ അതുകൊണ്ട് ഞാൻ പറയാറില്ല എല്ലാം പറയുമ്പോ. അപ്പൊ കരയും. എന്റെ ഉമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും മറുത്തു പറയത്തില്ല, കരയും. അപ്പൊ കരയാനും എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. കാരണം എന്റെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കാൻ വേണ്ടി സഹോദരനാണ് എനിക്ക് ഇടിച്ചതെന്ന് പറയാൻ ഞാൻ തുടങ്ങുമ്പോഴേ എന്റെ വാക്കെല്ലാം വിഴുങ്ങിപ്പോകും. ചുണ്ടെല്ലാം വിറച്ച് കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി വരും. അന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ കണ്ണൊന്ന് പൊട്ടിച്ച് കളയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം എന്റെ നിരപരാധിത്വം ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. വാക്കുകൾ വിഴുങ്ങി പോകുകയാണ്, കണ്ണുനീര് അതിന് മുമ്പ് വരികയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലെ എന്റെ കർത്താവിന്റെ സന്നിധി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വചനം ഇങ്ങനെ പറയുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നീ പ്രസാദിക്കുന്നുമില്ല. ദാവീദ് പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. മറ്റൊരിടത്ത് വചനം പറയുക സങ്കീർത്തനത്തിൽ, ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് തിരുവചനം പറയുകയാണ്. അപ്പോൾ ഇപ്പോഴെ ദൈവസന്നിധി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ണുനീരിന്റെ വില മനസ്സിലാക്കുവാനിടയായി തീർന്നത്. അത്രത്തോളം കണ്ണുനീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട് ഈ ഹസ്ബൻഡിന്റെ പീഡന നിമിത്തവും വഴക്കൊക്കെ നിമിത്തം. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, എന്റെ മോൻ കുഞ്ഞായിരിക്കെ എന്നെ ഒരു അടി അടിച്ചിട്ട് ഞാൻ അങ്ങ് വീഴുവാനിടയായി. ആളോർത്ത് ബോധം കെട്ട് വീണാന്ന് ഓർത്തു, മരിച്ചെന്ന് ഓർത്തോണ്ട് ഇവരുടെ ചാച്ചന്റെ പെങ്ങടെ വീട്ടിലോട്ട് സിറ്റിയിലേക്ക് കോളപ്പുറയ്ക്ക് ഓടി. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവര് ചോദിച്ചു, എടാ നീ കൊന്നു കളഞ്ഞോ, തുലുക്കന്മാര് നീ വരുവോ, അവര് വന്ന് നമ്മളെ ശരിയാക്കുമല്ലോ എന്ന് പറയുവാനിടയായി. കടന്നു വന്നപ്പോ ഞാൻ ഏറ്റു. അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു എന്റെ ഹസ്ബൻഡ്. അപ്പോ മോനെ ഈ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ കണ്ട് ആള് കഞ്ചാവ് നിർത്തി, ചാരായം നിർത്തി, വീട്ടില് സമാധാനം ആ രീതിയിൽ ഉണ്ടായെങ്കിലും ആളിനൊരു മാറ്റമൊന്നുമില്ല, സ്നേഹമോ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഞാൻ ഓർക്കുകയാ, ഞങ്ങളുടെ വീട്ടിലൊരു വാഴ നട്ടു, ഏത്തവാഴ നട്ടിട്ട് വാഴക്കൊല വല്ല മൂത്ത് നിൽക്കുമ്പോ എന്ന് ആ ആളുടെ ഇഷ്ടം എന്താണ്, ഇഷ്ടക്കേട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ട് പോയി പണിക്ക് പോയപ്പോ 2 വാഴക്ക എടുത്ത് തേങ്ങ ഒക്കെ ഇട്ട് തോരൻ വെച്ചേക്കണം, ഞാൻ ചോറുണ്ണാൻ വരുമെന്ന് പറഞ്ഞു. എന്റെ ദൈവദാസനെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് വേറെ എന്തോ കറി വെക്കാൻ കിട്ടി. ഈ പട്ടിണിയല്ലേ, കടയിൽ നിന്ന് ഒരു പഴം മേടിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ ഓർത്തെ, ഇത് പഴുക്കാറായി മൂത്തതാണല്ലോ, പഴുപ്പിക്കാം, ഇപ്പൊ ഈ കറി ഉണ്ടല്ലോ എന്ന് ഓർത്തിരുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ആള് കിടന്നു വന്നു. വാഴയ്ക്കകത്തോന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വെച്ചില്ല, വേറെ കറിക്ക് കിട്ടി. ചോറെല്ലാം എടുത്ത് എറിയുവാനിടയായി. അന്ന് അടിച്ചോന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയായിരുന്നു ആളുടെ സ്വഭാവം. എല്ലാം ഏറാണ്, എറിഞ്ഞു കളഞ്ഞ് പോകുവാനിടയിൽ. മറ്റൊരു ദിവസം ഭക്ഷണം വിശന്നാൽ ആൾ അടി തന്നെ തീർച്ചയാ, വിശക്കുമ്പോഴേ പറയുമ്പോ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അടി കിട്ടും. അപ്പൊ ഒരു ദിവസം ആള് ഇതുപോലെ വന്നപ്പോ, എന്തോ സിറ്റിക്ക് എങ്ങാണ്ട് പോയിട്ട് വന്നപ്പോ ഈ കുട്ടികൾക്ക് മോനുമായിട്ട് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ഒരു ഗോതമ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചോറ് ഒരടുപ്പത്ത് അരി ഇട്ടിരിക്കുക, അന്ന് ഭക്ഷണമുണ്ട്. എന്നോട് പറഞ്ഞു വിശക്കുന്നുണ്ട്, വല്ലതും തരാൻ പറഞ്ഞു. ഞാൻ ഈ ഉപ്പുമാവ് എടുത്തുകൊണ്ട് കൊടുത്തു. ആദ്യം ചോറാണോ ഉപ്പുമാവാണോ കൊടുത്തതെന്ന് അറിയില്ല. ഇത് വെന്തില്ലെന്ന് പറഞ്ഞ് എടുത്ത് ഇങ്ങനെ പൂ പോലെ അങ്ങ് വിതറിയെറിഞ്ഞു. ചോറ് പിന്നെ കൊടുത്തപ്പോ അതും എടുത്തെറിയുവാനില്ല. അന്നും അടിച്ചോ എനിക്ക് ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 1992 ജനുവരി 18-ാം തീയതി ഞങ്ങൾക്കൊരു മോൾ ഉണ്ടാകുവാനിടയായി. മോനുണ്ടായി 1 വയസ്സാകുന്നതിന് മുൻപെന്ന് പറഞ്ഞ പോലെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയിത്തീരുന്നു. മോള് ആയി. ഞാന് മോനുണ്ടായ ആ അനുഭവങ്ങളെല്ലാം പട്ടിണിയുടെ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. വയറ് നിറയെ ഒരു ഭക്ഷണം കഴിച്ചെന്ന് ഓർക്കുന്നില്ല. അന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് ഈ തടി ചുവട് വെട്ടിച്ചെത്തുന്ന പണിയായതുകൊണ്ട് അതിന് മാത്രമേ ആള് പോകുള്ളൂ. വേറെ കൂലിപ്പണിക്കൊന്നും പോകില്ല, അത് വല്ലപ്പോഴും ഉള്ളൂ. അപ്പൊ പിന്നെ ഭക്ഷണം മദ്യവും കഞ്ചാവും നിർത്തിയെങ്കിലും
പണിയാൻ പോയില്ലെങ്കിൽ ഭക്ഷണമില്ലല്ലോ. അങ്ങനെ വരുമ്പോ ഈ പെൺകുട്ടികള് ഞാൻ പ്രസവിച്ച് മോനെ കിടക്കുമ്പോൾ ഇവര് ഈ മഴക്കാലത്ത് ഒക്കെ മഴയൊക്കെ ഉള്ള സമയം ജൂണിലാണ് മോനുണ്ടായത്. ഇവര് ഈ കപ്പയ്ക്കകത്ത് പള്ള പറിക്കാൻ പോയിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് 16 ദിവസത്തേക്ക് എനിക്ക് നല്ലപോലെ വയറ് നിറയെ ഭക്ഷണം. പക്ഷെ എനിക്ക് അന്നേരം ഭക്ഷണം വേണ്ട. പ്രസവത്തിന്റെ സമയം നമ്മൾ ആശുപത്രി കിടക്കുമ്പോഴും എനിക്ക് ഭക്ഷണം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അത് കഴിഞ്ഞ് 16 ദിവസത്തേക്ക് എനിക്ക് ഭക്ഷണം വേണ്ട. 16 ദിവസത്തേക്ക് ഭക്ഷണമുണ്ട്. ഇവരെങ്ങനെയെങ്കിലും ഈ സഹോദരിമാർ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. അന്നൊന്നും എനിക്ക് വിശപ്പില്ല. എന്നാൽ 16 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അന്ന് എനിക്ക് ഒട്ടും ഭക്ഷണവും ഇല്ല. ഇങ്ങനെ ആയിരിക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ 1992 ജനുവരി 18 തീയതി മോള് ജനിക്കുവാനിടയായി. മോള് ജനിച്ച് ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് ഞാൻ രോഗിയായിട്ടാണ് കടന്നു വരുന്നത്. രോഗിയായിട്ട് കടന്നു വന്ന് എനിക്ക് വയറ്റുവേദനയാണ്. വയറ്റുവേദന എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോ അവിടെ തന്നെ കിടന്ന് എനിക്ക് എന്റെ പ്രസവം നിർത്തണമെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. കാരണം ഇവിടെ ചാച്ചന്റെ പെങ്ങള് പറയുക, ആര് നോക്കും? നിന്റെ വീട്ടുകാരൊന്നും നോക്കാൻ വരുന്നില്ല. പ്രസവം നിർത്താൻ പറ അവനോട് എന്ന്. പെങ്ങന്മാര് പറയും, ചേച്ചി ഞങ്ങൾ കെട്ടിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല പ്രസവം നോക്കാനൊന്നും. ചേച്ചി ചേട്ടായിയോട് നിർത്താൻ പറയുന്നുണ്ടോ? പട്ടിണിയാ, ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അവരും പറയുക. ഇവര് അവരോട് എന്റെ ഹസ്ബൻഡിനോട് പറയത്തില്ല, പേടിയാ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ആശുപത്രി ആയതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്, അടിക്കത്തില്ല മറ്റുള്ളവരുടെ കാണിയെന്ന്. ഞാനൊട്ട് വീട്ടിലോട്ട് പോരത്തില്ല. ഇങ്ങനെ ആശുപത്രി ഡിസ്ചാർജ് കഴിഞ്ഞും കുറെ ദിവസങ്ങൾ കിടന്നത് ഞാൻ ഇപ്പോഴും ഓർക്കും. എത്ര ദിവസം ഒന്നും ഓർക്കുന്നില്ല. അവസാനം എന്റെ ഹസ്ബൻഡ് ഒപ്പിട്ട് കൊടുത്തിട്ട് പ്രസവം നിർത്തുന്ന ദിവസം ആള് ഇവിടെ ഹൈറേഞ്ചിൽ എവിടെയും കണ്ട് എന്തോ പണിക്കാന്നും പറഞ്ഞ് പോകാനിടയായി നിൽക്കാതെ. അങ്ങനെ വീട്ടിൽ വന്നു, വയറ്റുവേദന തുടങ്ങി. വയറ്റുവേദന. അപ്പോ ഞങ്ങൾ പിന്നെ ഈ പ്രസവം നോക്കിയ ഭവാനി ഡോക്ടറുടെ അടുക്ക ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പിന്നെ മൂന്നാമതും ഗർഭിണിയാണോ എന്ന് അവർ പറയുവാനിടയായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു യൂട്രസിനകത്ത് മുഴയാണ് എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കടന്നു വന്ന് എല്ലാ ദിവസവും ഇങ്ങനെ എന്ത് ചെയ്യുക, അല്പം എന്തെങ്കിലും, ഞങ്ങൾക്ക് അന്നും ബാത്റൂം ഒന്നുമില്ല. അന്ന് വീട്ടിൽ നിന്നല്ലല്ലോ, ഭർത്താവിന്റെ അനിയന്റെ വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. എന്റെ വീടിന്റെ തൊട്ടുമിറ്റം തന്നെയാണ് അനിയന്റെ വീട്. അനിയൻ ഭാര്യയുടെ വീട്ടിലാണ് അന്ന് കഴിയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഈ വീട് താമസിക്കാൻ തന്നിരിക്കുക. അതും അവരും അടുത്ത് തന്നെയാണ്. അപ്പോ ഈ മോളുണ്ടായി വീട്ടിൽ വന്ന് രോഗിയായിട്ട് തീർന്നപ്പോ എന്തെങ്കിലും ഭക്ഷണം അല്പം കഴിച്ച് അന്നേരം ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പൊ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഓടണം. ഈ പണ്ട് പോയിക്കൊണ്ടിരുന്ന ആ പറമ്പിലേക്ക് ഓടുന്നത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, കുളിയില്ല, നനയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ കിട്ടുമ്പം ഈ ഇങ്ങനെയുള്ള ഓട്ടം വരുന്നത് കൊണ്ട് ഇങ്ങനെ രാപകൽ ഇങ്ങനെ കിടന്നുരുളുന്ന കരയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ മോള് ഉണ്ടായി 2-ാം മാസത്തില് ഒരു ദിവസം ഞാൻ 1.5 മാസമായപ്പോൾ ഞാൻ പുഴയിൽ കുളിക്കാനായി ചെന്നപ്പോ ഈ കോളപ്പുറയിൽ ഇന്നും ആ ചേച്ചി താമസിക്കുന്നത് വിശ്വാസിയാണ്. ലാലി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ലാലി ആയിരിക്കുന്ന ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, താജുനിസ പ്രാർത്ഥനയ്ക്കൊക്കെ വരണം കേട്ടോ. കണ്ടോ ഹസ്ബൻഡിന്റെ മാറ്റം. ഇപ്പൊ മദ്യപാനം നിർത്തി, കഞ്ചാവ് വലി നിർത്തി, ആൾ നല്ല കുട്ടപ്പനായി. ആ അച്ചായന്റെ കൂടെ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങിയായിരുന്നു ആള്. പ്രാർത്ഥനയ്ക്ക് പോയി. ഒരു പുതിയ നിയമം അച്ചായം കൊടുത്തു. അത് നേരെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ കഴിയില്ലാഞ്ഞിട്ട് ബനിയനകത്ത് ഇറക്കി ഇട്ടിട്ട്, ഷർട്ടിനകത്ത് ബനിയനകത്ത് ഇറക്കി ഇട്ടിട്ട് പോകും, ആള് ഒളിച്ചു കൊണ്ടുപോകും. എല്ലാവരും പറഞ്ഞു മൂത്ത വിശ്വാസം 3 മാസം കാണാം നമുക്കെന്ന് ജനമെല്ലാം പറയാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്നതായ സമയങ്ങളിൽ എന്നോട് ഈ ചേച്ചി പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ഇഷ്ടമാണെങ്കിൽ അന്ന് എനിക്ക് മൂക്കുത്തിയുണ്ട്, കമ്മലുണ്ട്, ജിമുക്ക ഇല്ല, പണയമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നാ വിവാഹത്തിന് വെച്ചിരിക്കുന്ന ജിമുക്ക അന്ന് വരെ എടുത്തിട്ടില്ല, കൃപയാൽ. സ്തോത്രം. അത് അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കമ്മൽ ഇതൊന്നും ആഭരണം ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ദൈവസന്നിധി വരുമ്പോൾ ഇതൊക്കെ ഊരാൻ തോന്നും. ഞാൻ അവരോട് പുഴ വെച്ച് വഴക്കുണ്ടാക്കി. നിങ്ങളുടെ ദൈവം എന്നാ കാതും കെട്ട് ഊരിക്കുന്ന ദൈവമാണെന്ന് ചോദിച്ചാൽ ചേച്ചിയോട് വഴക്കുണ്ടാക്കി. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇതിനിടയിൽ 2-ാമത്തെ മോളുണ്ടായപ്പോ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. ഞാനത് വിട്ടുപോയതാണ്. കാരണം എനിക്ക് മോളുണ്ടായപ്പോ ഭയങ്കര വയറായിരുന്നു ദേവദാസനെ. അത് ഞാൻ ഓർക്കുമായിരുന്നു, ഗർഭിണിയായ എന്നെ ഇതുപോലെ മനുഷ്യൻ തുറിച്ചു നോക്കുന്ന എന്താ, നേഴ്സുമാർ കൊണ്ട് പരിശോധിക്കാൻ കിടന്നു എന്ന് പറഞ്ഞ് നോക്കുന്ന എന്താ. കാരണം എന്നെ തന്നെ കാണാൻ നമുക്കൊരു കണ്ണാടിയൊന്നും ഇല്ല.
ഇതെന്തായിരിക്കും എന്തായിരിക്കും എന്ന് തോന്നി. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ഈ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കും. എന്നാൽ അവനെയായിരുന്നപ്പോ എനിക്ക് പ്രസവം അടുത്ത് വന്നപ്പോൾ വേണ്ട, ഭക്ഷണം വേണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആയപ്പോ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ആശുപത്രിക്ക് പോകുവാൻ എനിക്ക് പൈസയില്ല. എന്തെങ്കിലും വണ്ടിക്കൂലി കഷ്ടി തന്നു വിട്ട ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ കടകളിലൂടെ ഇരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ പോലും കണ്ട് കൊതിച്ചു പോയ ഒരു കരമുണ്ട്. പക്ഷെ ഇവര് അവിടെ അടുത്തൊരു പറമ്പിൽ കപ്പ ഇട്ടിട്ട് ഉണക്ക കപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാലമായിരുന്നത്. അതിന് മുളകൊന്നും ചേർക്കാനില്ല. ചിലപ്പോൾ മഞ്ഞളോ പച്ചമുളകോ ഉണ്ടെങ്കിൽ അരച്ച് ചേർത്ത് ഇങ്ങനെ കുഴച്ചാണ് പുഴുങ്ങുക. ഞാനത് പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഇങ്ങനെ തിന്നും. എന്നിട്ട് പിന്നെയും 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 വിശക്കുവാന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള അനുഭവങ്ങളില് ഈ മോളുണ്ടായപ്പം, എൻ്റെ മോനുണ്ടായപ്പം ആ ആശുപത്രിയിലെ ഏറ്റവും ചെറിയ മോൻ എൻ്റെ മോനായിരുന്നു. 2 കിലോയ്ക്ക് ഏതാണ്ട് എത്ര 250 ഗ്രാമും കൂടെ വേണം. പക്ഷെ മോളുണ്ടായപ്പം 4 കിലോ ഉണ്ടായിരുന്നു മോള്. അതിനൊരു കാരണമുണ്ട്. ഈ മോളെ ഗർഭിണിയായിരുന്നപ്പോ ഈ അച്ചായനൊക്കെ പറഞ്ഞു, ആ ചേച്ചി എന്നോട് ചോദിച്ചു, റോസമ്മ ചേച്ചി എന്നോട് ചോദിച്ചു, താജുനിസ ഒരു പ്രാർത്ഥന വെക്കട്ടെ? ഈ പ്രാർത്ഥന വെച്ചാൽ പ്രസവമൊക്കെ സുഖമായി തീരും, വെച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമായിട്ടോ വിശ്വാസമായിട്ടോ ഒന്നുമല്ല. ഞാന് ഈ ആള് ഇങ്ങനെ പ്രാർത്ഥനയിൽ പോകാൻ തുടങ്ങിയപ്പോ എൻ്റെ ഉമ്മ എന്നോട് ഭയങ്കരമായിട്ട് ഇത് തുടങ്ങി, മോനെ അവൻ പോയ പോലെ നീ പോയേക്കരുത്, പെന്തക്കോസ്തുകാരുടെ കൂടെ പോകരുത്, സ്വർഗത്തിൽ പോകത്തില്ല, മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ മക്കളെ, നിനക്കറിയാവല്ലോ, നമ്മുടെ ഷഹാദത്ത് കലിമ ചൊല്ലിയെങ്കിലേ സ്വർഗത്തിൽ പോകുള്ളൂ, മരിക്കാൻ നേരത്ത് നമുക്ക് ഷഹാദത്ത് കലിമ നമ്മുടെ ചെവിയിൽ തരും, മുസ്ലിങ്ങൾ മാത്രമേ അത് ചൊല്ലിയവരെ സ്വർഗത്തിൽ പോകൂ, അതുകൊണ്ട് നീ ഒരിക്കലും അവന്റെ കൂടെ പോയേക്കരുതേ എന്നെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ആ സമയങ്ങള്. അപ്പം ഞാന് ഈ മോളുണ്ടായി ഉണ്ടായി കഴിഞ്ഞപ്പോ അവളുണ്ടായി 4 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുൻപ് പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥന വെച്ചപ്പോ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവദാസനെ ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് ഉറപ്പോടെ പറയാൻ കഴിയും. എനിക്ക് സുഖപ്രസവം 4 കിലോ ഉള്ള കുഞ്ഞിനെ സുഖപ്രസവമായിട്ട് പ്രസവിച്ച ഒരിക്കലും ആരും കേട്ടിട്ടില്ല. സർജറിയാണ് അവിടെ നടക്കുക. പക്ഷേ ഞാന് എൻ്റെ മോന് 2 കിലോ പോലും ഇല്ലാത്ത കുഞ്ഞിന്റെ അത്ര പോലും നോവ് അനുഭവിക്കാതെ എന്ത് ചെയ്തു, വേഗത്തിൽ തന്നെ ഈ കുഞ്ഞിനെ എനിക്ക് വീട്ടിൽ നിന്ന് നോവുണ്ടായി. ആശുപത്രി ചെന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുവാൻ ഇടയായി. അപ്പോ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ കഴിവുള്ളവർക്കാണെങ്കിൽ മനസ്സിലാക്കാം, ഇത് പ്രാർത്ഥന വെച്ചിട്ടാ. അന്നും ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ അങ്ങനെയും ദൈവം എൻ്റെ മേൽ പ്രവർത്തിക്കുവാനിടെ. അത് കഴിഞ്ഞ് ചേച്ചിയോടും പുഴയിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്ന സമയങ്ങളിൽ അസുഖമാണ്. ഇങ്ങനെ ആ മോളുണ്ടായി 2 മാസമായപ്പോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിയുന്ന ഒരു പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, കൊടയത്തൂര് വെച്ച് എന്റെ വാപ്പ ഇട്ടിട്ട് പോയപ്പം എൻ്റെ അനിയത്തിയെ കൊണ്ട് അവരുടെ വീട്ടിന്റെ തിണ്ണയിൽ ഇരുന്നാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ ഉമ്മ പണിക്ക് പോകും. അന്ന് എനിക്ക് 10 വയസ്സ് ആണെന്ന് തോന്നുന്നു, അത് 9 10. അനിയത്തിക്ക് 1 വയസ്സ്. വാപ്പ രണ്ടാമത് ഉപേക്ഷിച്ച് പോയിട്ട് കുറെ കാലം കഴിഞ്ഞ് വന്നുകൊണ്ട് എൻ്റെ അനിയത്തി ഒത്തിരി ഇളയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ തിണ്ണ കൊണ്ടാണ് ഞങ്ങൾ വളരുവാനിടയായത്. അങ്ങനെ വളർന്ന ആ വീട്ടുകാരെ എങ്ങനെയാണോ ഞാൻ പറഞ്ഞറിയുന്നതാണോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിവായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇന്ന് ആ വീട്ടിലാ പോകുന്നത്, നീ വരുന്നോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ മോൻ ഉണ്ടായിട്ട് 2 മാസം നല്ലപോലെ ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വരാമെന്ന് പറഞ്ഞു. എന്നെയും മോള് ആയിട്ട് കൊണ്ടുപോയി മുട്ടത്തിന്റെ എത്തുന്നതിന് മുൻപ് അതിന്റെ പുറകിൽ ശങ്കരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കൊല്ലാംകുന്ന് മല എന്ന് പറയുന്നൊരു ഇച്ചിരി ഉയരമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് അന്ന് പുന്നക്കൽ വീട്ടുകാർ താമസിക്കുന്നത്. ഈ പുന്നക്കൽ വീട്ടുകാരുടെ അവർക്ക് 3 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമാണ് അവർ വീട്ടിലുള്ളത്. അപ്പോ അവിടുത്തെ വീട്ടിൽ ചെന്നപ്പോ പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ പോകത്തില്ല. ഞാൻ അന്ന് അവിടെ പോകുന്നത് കൊലുസ് വിട്ട് മൂക്കുത്തിയിട്ട് എൻ്റെ ജിമുക്ക പണയമായിട്ട് എൻ്റെ നാത്തൂന്റെ ജിമിക്ക മേടിച്ചിട്ട് ആണ് പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രാർത്ഥനയാണെന്ന്. അപ്പൊ അന്ന് അവരുടെ വീടിന്റെ ചെറിയ ചെറിയ മുറികളും തിണ്ണകളുമാണ്. അപ്പോ എന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ അകത്തിരുന്നു, ഇവരാണുങ്ങൾ തിണ്ണയിലിരുന്നു. ഒരു പാട്ട് ഇവര് പാടിയപ്പോഴൊക്കെ ഇവരെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ഞാൻ ഒരു വീട്ടിൽ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. എങ്ങനെ പ്രാർത്ഥനാമധ്യേ ചെല്ലുന്നത്. മറ്റേ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ കുഞ്ഞിനെ പോയി തിണ്ണയിൽ ഇരുന്നിട്ടേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല. ചെന്ന് ഇരുന്നപ്പോ ഇവര് പാട്ട് തുടങ്ങിയപ്പോ ഇവരെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അവിടുത്തെ മൂത്ത മോൻ ജോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അന്ന് ബോംബെയിൽ സുവിശേഷ വേല ചെയ്യുന്ന ആളാണ്. ആ ദൈവദാസൻ അന്ന് അവിടെ വന്നിരിക്കുക, ആ വീട്ടിൽ വന്നിരിക്കുക. ആ ദൈവദാസനായിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു സാക്ഷി ഉളമാക്കുമെന്ന്. ആ സാക്ഷ്യം കേട്ടാണ് ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ, എന്നെ രുചിച്ചറിയുവാൻ എനിക്കിടയായത്. അങ്ങനെ
ആ ദൈവദാസൻ ഏറ്റിട്ട് ഇങ്ങനെ തിണ്ണേ നിന്ന് സാക്ഷ്യം പറഞ്ഞു. തനിക്ക് 2 അറ്റാക്ക് വന്നു, സൗഖ്യമായി. 3ാമത് അറ്റാക്ക് വന്നു, കൂടുതലായി. ആ ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു, എനിക്ക് മറന്നുപോയി ആ ഹോസ്പിറ്റലിന്റെ പേര്. അവിടെ കൊണ്ടുപോയി സ്ട്രെച്ചറിൽ തള്ളി തന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ഒന്ന് ചെയ്തു നോക്കാം, പക്ഷെ രക്ഷപ്പെടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായെന്ന് കറക്റ്റായി ഞാൻ ഓർക്കുന്നില്ല. 1992 നവംബർ 24 തീയതി ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. അപ്പൊ അത്ര വർഷത്തിന് മുൻപ് 8000 രൂപയായിരുന്നു ഒരു ഇഞ്ചക്ഷൻ ആ ദൈവദാസൻ പറഞ്ഞ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ ദൈവദാസനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുമ്പോൾ തന്റെ ഓപ്പറേഷൻ ഡോക്ടർമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നു, മകനെ എഴുന്നേൽക്കാം, നിന്റെ സർജറി ഞാൻ നേരിട്ട് നടത്തിയിരിക്കുന്നു, നീ എഴുന്നേൽക്ക എന്ന്. സ്ട്രെച്ചറെ തള്ളി ഓപ്പറേഷൻ തിയേറ്ററിൽ കടത്തിയിരിക്കുന്ന ആ ദൈവദാസന്റെ ചെവിക്കകത്ത് ഈ ശബ്ദം മുഴങ്ങിയപ്പോ ഈ ദൈവദാസൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് സർജറി വേണ്ട സാറേ, എന്നെ കർത്താവ് സർജറി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് പ്രാർത്ഥന കൂട്ടത്തിലുള്ള ഒരു സഹോദരന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി സർജറി വേണ്ടെന്ന് പറഞ്ഞു. ആ വ്യക്തി ഓടി ഡോക്ടർ അടുക്കൽ വന്നു. പ്രിയ ദൈവദാസനെ ആശുപത്രി അത്ഭുതം കൊണ്ട് നിറയുവാനിടയായി എന്നാണ് ആ ദൈവഭൃത്യം പറഞ്ഞ് ഞാൻ കേട്ടത്. ആ ജനമെല്ലാം വളരെ കൂടിയപ്പോ ഈ ദൈവദാസൻ ഈ ഡോക്ടർ പറഞ്ഞു, എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, വീട്ടിലോട്ട് പോയിക്കോ, റെസ്റ്റ് എടുക്കണം, യാത്ര ചെയ്യരുത്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ബോംബെയിലേക്ക് വിട്ടപ്പോ ഈ ദൈവദാസൻ ഒരാഗ്രഹം, ഈ ഇടുക്കി ജില്ലയിലെ വന്ന് ഈ എന്ത് ചെയ്യണം, ഈ ദൈവദാസൻ ഈ തന്റെ വീട്ടിൽ വന്ന് തന്റെ മാതാപിതാക്കളോട് ഇതൊന്ന് പറയണമെന്ന്. ആ പറയാനായി വന്ന പ്രാർത്ഥനയിലാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. പ്രിയ ദൈവദാസനെ ഈ ദൈവദാസൻ സാക്ഷ്യം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നറിയാത്തൊരു ചിന്ത എൻ്റെ ഉള്ളത്തില് ഉരുത്തിരിയുവാനിടയായി. അപ്പോൾ യേശു ദൈവമാണോ? ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി. കാരണം അന്നുവരെയും യേശുക്രിസ്തു എന്നുള്ളത് ഈസാ നബിയാണ് എന്ന് ചിലര് പറയും, സമ്മതിക്കും. മുസ്ലിങ്ങൾ ചിലർ ഈസാ നബിയാണെന്ന് സമ്മതിക്കത്തില്ല. എന്താണെങ്കിലും ഈ ഈസാ നബി എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. പ്രവാചകന് അതിനേക്കാളും ബഹുമാനമുള്ള ആളാണ് ഒടുക്കത്തെയായ പ്രവാചകനായ മുഹമ്മദ് നബി. ഇതൊക്കെയാണ് ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ കുഞ്ഞുപ്രായത്തിൽ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഈ ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിച്ചു പറയുന്ന ആ ആൾ ആരാണെന്ന് ചോദിച്ചു. എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. മോളെ, ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയണേ ഈസാ നബി എന്ന് പറയുന്ന നമ്മുടെ ഈസാ നബിനെയാണ് പറയുന്നത്. ഈ ഈസാ നബിയെ യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി ക്രൂശിക്കാൻ വേണ്ടി ഓടിക്കുമ്പോൾ ഈസാ നബി കടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ അടുത്ത് ചെന്നപ്പോ ഈസാ നബി പറഞ്ഞു, എനിക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ യഹൂദന്മാര് കാവൽ നിന്ന് ആ വീട്ടിനകത്തേക്ക് ഏറ്റുവിട്ട് ഈസാ നബി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അള്ളാഹു ഈ ഈസാ നബിയെ ഉടലോടുകൂടി അങ്ങോട്ട് എടുത്തിട്ട് ഈ കയറി നമസ്കരിക്കാൻ പോയ ഈസാ നബി പുറത്തോട്ട് വരാത്തത് കൊണ്ട് എന്താണെന്ന് അറിയാൻ ഒരു യഹൂദനെ അകത്തേക്ക് നോക്കാൻ കയറ്റിവിട്ടപ്പോ ആ ആളെ ഈ അള്ളാഹു എന്ത് ചെയ്തു, ഈസാ നബിയുടെ രൂപത്തിൽ പുറത്തോട്ട് ഇറക്കി വിട്ടു. ഈസാ നബി ഇന്നും മരിച്ചിട്ടില്ല, നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട്. ക്രിസ്ത്യാനി ഈ യഹൂദനെ കർത്താവ് ഈസാ നബിയാക്കി ദൈവം വിട്ടു. അവരെ കൊന്ന യഹൂദനെ ഈസായാന്നും പറഞ്ഞോണ്ടാ അവര് പിടിച്ച് ക്രൂശിച്ചിട്ട് അവരുടെ ദൈവം അതാന്നാ പറയുന്നതെന്ന ഒരു ചെറിയൊരു ഓർമ്മ എനിക്ക് നേരത്തെ കിടപ്പുണ്ട്. ഇതൊക്കെ കിടക്കുന്നത് കൊണ്ടൊക്കെയാണ് എനിക്ക് ഇതിലോട്ടൊന്നും ഒരു താല്പര്യം തോന്നാതിരുന്നതെന്ന് ഞാൻ ഓർക്കുക. എന്നാൽ ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ രോഗിയാണല്ലോ, അറിയാമല്ലോ. എന്നാൽ ഈ ദൈവദാസൻ ഇത് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, അപ്പോൾ യേശു ദൈവമാണോ, പ്രവാചകനല്ലേ, ദൈവം തന്നെയാണോ എന്നൊരു ചിന്ത. കാരണം മരിക്കാറായി കിടക്കുന്ന ആളുടെ അടുക്കൽ ഇറങ്ങി വന്ന് സർജറി ചെയ്ത് ആ ദൈവ ശബ്ദം കേൾപ്പിച്ച് ഈ മരിക്കാറായ വ്യക്തിയെ വിടുവിച്ചെടുക്കണമെങ്കിൽ യേശു ഒരു പ്രവാചകനല്ലല്ലോ, യേശു ആരാണ്, ദൈവമായതുകൊണ്ടല്ലേ അത് സംഭവിച്ചത് എന്ന് എൻ്റെ ചിന്തയിലോട്ട് ഇങ്ങനെ കടന്നു വരുവാനിടയായി. അതിനിടയിൽ എൻ്റെ മോൻ ഉണ്ടായപ്പോ തൊട്ട് എനിക്കൊരു ചിന്ത, ഭയങ്കര ഒരു പ്രാന്തമായ ഒരു അവസ്ഥ എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. എൻ്റെ മോനോട് ഏതാണ് ദൈവത്തെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഞാൻ മുസ്ലിം അല്ല, ഹിന്ദു അല്ല, ഞാൻ ക്രിസ്ത്യാനി അല്ല, പിന്നെ ഏത് ദൈവത്തെ പറഞ്ഞു കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ എൻ്റെ കുഞ്ഞോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും തമ്പുരാനെ എന്നാണ്. എന്നാൽ അവിടെ ഇരുന്നപ്പോൾ ഞാനൊരു വിളി വിളിച്ചു. അവര് പാട്ട് രണ്ടാമത് തുടങ്ങി, സാക്ഷ്യം കഴിഞ്ഞപ്പോൾ ഇവര് പാട്ട് തുടങ്ങിയപ്പോ ഞാനിങ്ങനെ അവിടെ എൻ്റെ കുഞ്ഞ് ഉറങ്ങിയ, എൻ്റെ മോൾ ഉറങ്ങിയ, മോളെ അടുത്ത് കിടത്തിയിട്ട് ഞാൻ ഇങ്ങനെ കമന്ന് ആ മണ്ണിലോട്ട് ഇങ്ങനെ കിടന്നു, പായില് ഇങ്ങനെ കമന്ന് കിടന്നിട്ട് ഹന്ന ദൈവത്തോട് ഹൃദയം കൊണ്ട് സംസാരിച്ചതുപോലെ ഞാൻ ഈ യേശുവിനെ വിളിച്ച് സംസാരിക്കുവാനിടയായി.
ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് ദൈവമാണോ? എനിക്കറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും കരച്ചിൽ വരുവാനിടയായി. എന്റെ മനസ്സിലോട് ഭയങ്കര വേദനകൾ കടന്നു വന്നു. ആ പുഴയിൽ വെച്ച ചേച്ചിയോട് വഴക്കുണ്ടാക്കിയതും, എന്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ പറയും. എടീ, ക്രിസ്ത്യാനി പറയുന്ന ദൈവം ഫോട്ടോയിൽ ഇരിക്കുന്ന ഒന്നും യേശു അല്ല കേട്ടോ, അതൊന്നും അല്ല യേശു. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഞാന് ഇങ്ങനെ ഓർക്കുവാനിടയായി തീർന്നു. എന്റെ ദൈവമേ, യേശു ദൈവമാണെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരും കേട്ടില്ല. ഇവര് പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദയമായിട്ട് സംസാരിച്ചു ദൈവത്തോട്. കർത്താവേ, യേശുവേ, അങ്ങ് ദൈവമാണ് എങ്കിൽ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് എന്നിൽ എന്തെങ്കിലും ഒരു അടയാളം ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അടയാളം നീ ദൈവമാണെന്നുള്ളതിന് എനിക്ക് തെളിവ് തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ? എന്നോട് എന്തെങ്കിലും ഒന്ന് എന്നിൽ പ്രവർത്തിക്കാമോ? പറഞ്ഞു തീർന്നില്ല പ്രിയ ദൈവദാസനെ. എന്നിലേക്ക് ഒരു ശക്തി ഇറങ്ങി വന്നു. എന്റെ ഹസ്ബൻഡ് അറിയുന്നില്ല, കാരണം ഞങ്ങള് സ്ത്രീകൾ പെരയ്ക്കകത്തായിരിക്കുന്നത്. ഒരു ശക്തി എന്റെ മേൽ കടന്നു വന്നിട്ട് ഞാനിങ്ങനെ ഒരു പറന്നു പോയി മേഘങ്ങളിൽ തൊട്ട് നടക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ മേൽ കടന്നു വരുവാനിടയായി. അപ്പോ ഞാനിങ്ങനെ പറന്നു പോയിട്ട് ഇവര് പാട്ട് നിർത്തിയപ്പോ ഞാൻ ഭൂമിയിലേക്ക് വന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ആരോടാ പറഞ്ഞത്? ഇവരൊന്നും കേട്ടിട്ട് ഇവരോടല്ല പറഞ്ഞത്. ഞാൻ ഹൃദയം കൊണ്ട് യേശുവിനോടാണ് പറഞ്ഞത്. യേശു ദൈവമാണ് എങ്കിൽ എനിക്ക് ഇന്ന് പൽക്കാലം വെളിപ്പെടുത്തണം, അതിനൊരു അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്രകാരം എന്നെ ആകാശത്തിലൂടെ കൊണ്ടുപോയി പറത്തി കൊണ്ടുവന്നിട്ട് ഒരു ശക്തി എന്റെ മേൽ വന്നിട്ട് എന്നെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ച അടയാളം എന്റെ മേൽ പ്രവർത്തിച്ചത് കൊണ്ട് യേശു ദൈവം തന്നെ എന്ന് ഞാൻ ഉറപ്പിക്കുവാനിടയായി. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ എൻ്റെ കർത്താവിനായി യേശുവിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. അത് കഴിഞ്ഞപ്പോൾ ഇവര് പാട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഇവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ പിന്നീട് ഞാൻ ഇവര് കാണിക്കും പോലെ എല്ലാം കാണിക്കുവാൻ തുടങ്ങി. ഇവര് കണ്ണടച്ച സഹോദരിമാരെല്ലാം സ്തോത്രം പറഞ്ഞിരിക്കുമ്പോൾ ഞാനും കണ്ണടച്ച് സ്തോത്രം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്നെ കണ്ണാടിയിൽ കാണുവാനിടയായി തീർന്നു. എന്നാൽ ഈ ശക്തി എന്റെ മേൽ വന്നത് ഞാൻ ദൈവാത്മാവിനെ പ്രാപിച്ചതായിരുന്നു. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നതായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ പിന്നീട് കടന്നു വന്നു കഴിഞ്ഞാണ് എനിക്കത് തെളിവായി മനസ്സിലാക്കുവാനിടയായത്. എന്നാല് അന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിക്കുവാനിടയായി. ആയത് കഴിഞ്ഞ് ഞാൻ കണ്ണടച്ച് സ്തോത്രം പറഞ്ഞിരിക്കുമ്പോൾ എന്നെ കണ്ണാടിയിൽ ഞാൻ കാണുവാനിടയായി. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ എന്നെ കണ്ണാടിയിൽ കണ്ടു. അത് വെളിപ്പാടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഞാൻ എൻ്റെ മൂക്കുത്തി ഊരുന്നു, കമ്മൽ ഊരുന്നു, എന്റെ കുഞ്ഞിന്റെ കാത്തള ഊരുന്നു. ഇതെല്ലാം ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ കാണുവാനിടയായി. അന്ന് ഞാൻ ആ ചേച്ചിയോട് അതാണല്ലോ വഴക്കുണ്ടാക്കിയത് പുഴയിൽ വെച്ച്. നിങ്ങളുടെ ദൈവം കാതും കഴുത്തും ഊരിക്കുന്ന ദൈവമാണോ? എന്നാൽ എന്റെ കർത്താവ് അതിലും എന്നെ തെളിവോടെ വെളിപ്പെട്ട് കാണിക്കുവാനിടയായി. ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഈ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല, ഇത് ഉപേക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം ഊരി വെക്കുമെന്ന് ഞാൻ പറയുവാനിടയായി ദൈവത്തോട്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലത്തെ പോലെ അത് ഓർക്കുക. എനിക്ക് വളരെ മറവിയുണ്ടെങ്കിലും ആ കാര്യം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആ വീട്ടിലെ പിതാവും ആ മാതാവും ചേട്ടൻ ചേട്ടത്തിനെ ഞങ്ങൾ വിളിക്കുക. ആ പെൺകുട്ടികളിലെ 3 പേര് എന്റെ മൂത്തവരാണ്. അതിന്റെ മൂത്തവരാണ് 3 ആണുങ്ങളും. ഒരാളെയാണ് മാത്രമാണ് എന്റെ ഇളയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അവരെല്ലാം എന്നെ ഭയങ്കര സ്നേഹ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബീഫ് കറിയായിരുന്നു അന്ന് ഭക്ഷണത്തിന്. അവിടെ കറി ബീഫ് എനിക്ക് കോരിയിട്ട് തന്നിട്ട് ആ ചേച്ചിമാരും ആ ചേടത്തിയൊക്കെ എന്നോട് പറയാം, മോളെ, എടി നീ ഇനി തജുനിസ, ഇനി നീ നിന്റെ ഹസ്ബൻഡിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോണം കേട്ടോപ്പാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ തൊടുന്നു, എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് പിന്നെയും കറി തരുന്നു ഒക്കെ. അപ്പൊ ഞാൻ ഓർത്ത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിൽ ചെന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ എൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി. എന്റെ ആഭരണങ്ങളെല്ലാം ഊരി വെച്ചു. എന്റെ ഉമ്മ ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട് എന്റെ ഉമ്മ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് പറയുകയാണ്, എന്നെ പ്രാക്കാണ്, ദിവസം പ്രാക്ക. എടി, വടി വെട്ടാൻ പോയതേ ഉള്ളടി, തല്ലൊന്നും ആയില്ലടി, നിന്റെ മീതെ തലയ്ക്ക് മീതെ കൊടാലി വരുമടി, നീ കണ്ടോ ഈ മതത്തിലോട്ട് പോയില്ലേടി, നീ ഒരിക്കലും കൊണം പിടിക്കത്തില്ലടി എന്ന് പറഞ്ഞ് എന്നെ എല്ലാ ദിവസവും പ്രാകുവാനിടയായി. അങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുന്ന സമയങ്ങള് ഞാൻ ഇതെല്ലാം ഊരി വെച്ച് കർത്താവിനെ സ്വീകരിച്ച് അവിടെ വെച്ച് സ്വീകരിച്ചല്ലോ.
അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, പ്രിയ പപ്പാന്ന് വിളിച്ചു ഞാൻ, പപ്പയാ. അന്നേരം ഉണ്ടല്ലോ, ഇതെങ്ങനെ ഈ അഭിഷേകം പ്രാപിക്കുക, അല്ലെങ്കിൽ ഈ വെളിപ്പാട്, ഇതൊക്കെ എന്താ? എന്നോട് പറഞ്ഞു, എടി അത് പറയാൻ നീ ഇതുവരെ ആലയത്തിലോട്ട് വന്നില്ലല്ലോ. കാരണം ഞാൻ രോഗിയാണല്ലോ, മോളുണ്ടായിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചർച്ചക്കോട് എന്ന് പറഞ്ഞ ഒരു ചർച്ചിലാണ് ഞങ്ങൾ അന്ന് പോകുന്നത്. അത് കോളപ്രയിൽ നിന്ന് വലിയ സ്കൂളിന്റെ അടുത്ത് അടൂർമല കയറി പോകണം. ഒത്തിരി മല കയറണം ചർച്ചിൽ അന്ന് പോകണം. ഇന്ന് ആ ചർച്ച് കോളപ്ര സിറ്റിയിലേക്ക് വന്നിട്ട് വലിയ സ്കൂളിന്റെ തൊട്ട് മുകളിലായിട്ട് റോഡ്, മെയിൻ റോഡിന്റെ തൊട്ട് തന്നെ ഉയരത്തിലായിട്ട് ആ ഹോളിൽ നിന്നായിരിക്കുക ചർച്ചക്കോടിൽ. അന്ന് അവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് ആ ചായന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് രോഗവും ഈ കുഞ്ഞു ആയതുകൊണ്ട്, മോള് കുഞ്ഞായതുകൊണ്ടും മോനും 1 വയസ്സ് വ്യത്യാസമുള്ളൂ, ഇതൊക്കെ ആയതുകൊണ്ട് എന്തില്ല, ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തില് ഞാന് ചോദിച്ചു, അഭിഷേകം എന്താണ്? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു തരാന് നീ ചർച്ചയിൽ വരുമ്പോ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി അന്ന് ആ പുന്നക്കൽ വീട്ടിൽ പോയപ്പോഴേ ഞാൻ കേട്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് ഒരു ആന്റി ആരാണ്ട് ഭയങ്കര അന്യഭാഷയിൽ ആരാധിക്കുന്ന കേട്ടല്ലോ, നീ അപ്പൊ അവിടെ ഇല്ലായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാനില്ല, പിന്നെ എങ്ങോട്ട് പോയി? ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തോ ഒരു ശക്തി എന്റെ മേൽ വന്നു, എന്നെ പറത്തിക്കൊണ്ടുപോയി ആകാശത്തെ കൊണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയുക, എടീ നീയാണ് അന്ന് അഭിഷേകം പ്രാപിച്ചത്, അതാണ് പരിശുദ്ധാത്മാവെന്ന് പറയണേ, പരിശുദ്ധാത്മാവാണ് നിന്റെ മേൽ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നപ്പോ ഇന്ന പോലെ കണ്ടു. എടി അത് വെളിപ്പാടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഊരി വെച്ചതെന്ന് പറയുവാൻ. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ 1 വർഷമായി എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയ്ക്ക് പോയിട്ട്. ഹസ്ബൻഡിനെ എന്ത് ചെയ്യുന്നില്ല, സ്നാനപ്പെടുത്തുന്നില്ല. അവര് സ്നാനപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ ഉമ്മായെ പേടിച്ചിട്ടാണോ ഈ അച്ചായനെയൊക്കെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. സ്നാനപ്പെടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെയും പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കാനായിട്ട് വരുന്നവരൊക്കെ ചോദിക്കുക, എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ, ഇതെന്താ ഇവർക്ക് ഈ കഷ്ടത മാറാത്തെ? അപ്പൊ എൻ്റെ ഹസ്ബൻഡിനോട് ആ ചർച്ചിലെ ഒരു ആന്റി പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ട ഇത് മാറ്റം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സ്നാനപ്പെടുത്താതിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മോളുണ്ടായി 9ാം മാസത്തില് എനിക്ക് യൂട്രസിനകത്ത് മുഴയും കുടലെ അൾസറുമായിരുന്നു എന്റെ രോഗം. അത് ഞാൻ പറഞ്ഞില്ല, രോഗം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വയറ്റുവേദന വന്ന് കിടന്നുരുളുന്ന ഒരു അനുഭവം. അങ്ങനെ മോളുണ്ടായി 9ാം മാസം ആയപ്പോൾ എന്ത് ചെയ്തു, യൂട്രസ് നീക്കം ചെയ്യുവാനിടയായി. യൂട്രസ് നീക്കം ചെയ്യാതെ എന്നെ 9 ദിവസം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. ഇത് ചുരുങ്ങിപ്പോയില്ല. യൂട്രസ് എടുത്തു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇവര് മരിച്ചു പോകും, ഇവർക്ക് വേറൊരു അസുഖമുണ്ട്, കുടല് മുഴുവൻ അൾസറാണ്, എല്ലാം പഴുത്ത് വിറങ്ങലിച്ചിരിക്കുക, വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോ, ഇതിന്റെ റെസ്റ്റ് നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുവാനിടയായി. അങ്ങനെ 9ാം മാസത്തിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ഈ യൂട്രസ് എടുത്ത് വീട്ടിൽ വന്ന് വലിയ സർജറി ചെയ്ത് യൂട്രസ് മാറ്റി ഇരിക്കുന്ന ഏതാണ്ട് 30 ദിവസമായപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാ, സ്വതന്ത്ര ചർച്ചില് മുട്ടത്ത് ഒരു സ്നാനം നടക്കുന്നുണ്ട്, നീ വരുന്നെങ്കിലാകാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞു, അപ്പോ സർജറി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഗെറ്റ് നേഴ്സ് എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മുട്ടുമേളി വെള്ളത്തിൽ 3 മാസം കഴിയാതെ മുങ്ങരുത്, നിങ്ങൾക്ക് വലിയ സർജറി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് കടല കിഴങ്ങ് പരിപ്പ് ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു വിടുവാനിടയായി. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിരിക്കുമ്പോഴാണ് എന്റെ ഹസ്ബൻഡ് സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നത് എങ്ങനെയാ, 3 മാസം കഴിയാതെ വെള്ളം. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ 3 മാസം കഴിഞ്ഞു മതി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സ്നാനപ്പെടാൻ തന്നെ ഞാൻ തീരുമാനിക്കുവാനിടയായി. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ സർജറി ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകുമെന്നാണ് എന്റെ അറിവ്, അതുകൊണ്ട് ഈ സർജറി ഇറങ്ങുന്ന സമയം വരെ ഞാൻ മരിക്കരുത്, എനിക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞ് എപ്പോൾ വേണേലും മരിച്ചാലും കുഴപ്പമില്ലപ്പാ, എന്നെ കാക്കണമെന്നൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 35ാമത്തെ ദിവസം എന്റെ ഹസ്ബൻഡ് സ്നാനപ്പെടാനായി കടന്നുപോയപ്പോ പ്രിയ ദേവദാസനെ ഞാനും കടന്നുപോയി മുട്ടത്തെ. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, 35 ദിവസമായതേ ഉള്ളൂ സർജറി കഴിഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് വയറ്റുവേദനയുണ്ട്. ഞങ്ങൾ മുട്ടത്ത് കോടതിക്ക് പോകുന്നിടത്ത് ഒരു പുഴയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു തോടുണ്ട്, അതിനൊരു പാലമൊക്കെ ഉണ്ട്. ആ പാലത്തിനടിയിലാണ് 1992 നവംബർ 24-ാം തീയതി ഒരു ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ്, ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞാണ് ഞങ്ങൾ സ്നാനപ്പെടാൻ പോകുന്നത്. ആ പാലത്തിന്റെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴും പ്രിയ ദൈവദാസനെ എനിക്ക് വയറ്റുവേദനയുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ആ ഇറങ്ങി സ്നാനപ്പെട്ട് കയറി ഇന്ന് വരെ ഒരു സർജറി ചെയ്യുവാൻ ഇടയാവാതെ എൻ്റെ കർത്താവ് എന്റെ കുടലയിലെ അൾസർ എന്ന രോഗത്തെ പൂർണ്ണമായി മാറ്റിക്കളയുവാൻ ഇടയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ അടക്കപ്പെടുകയാണ്. പഴയ മനുഷ്യനെ അടക്കപ്പെട്ടിട്ട് കർത്താവിനെ ധരിക്കുന്നതാണ് സ്നാനം എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ
പഴയ മനുഷ്യനെ ആ വെള്ളത്തിൽ അടക്കപ്പെട്ടപ്പോൾ എന്റെ കുടലിൽ അൾസറായിരുന്ന ആ പഴയ കുടല് ആ അടക്കോടുകൂടി തീർന്നു പോയിട്ട് കർത്താവായ യേശുക്രിസ്തു 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവമായി കല്ലറകളെ ഭേദിച്ച് കടന്നു വന്നതുപോലെ ഞാൻ ആ കല്ലറകളിൽ, ആ വെള്ളമാകുന്ന കല്ലറകളില്, ആ സ്നാനമാകുന്ന കല്ലറകളില് ആ പഴയ മനുഷ്യനെ അടക്കപ്പെട്ട് ഞാൻ എഴുന്നേറ്റ് കയറി വരുമ്പോ പിന്നെ ഇന്ന് വരെ എൻ്റെ മേത്ത് ഒരു കത്തി വെക്കാൻ ഇടയാവാതെ വണ്ണം എൻ്റെ കർത്താവ് ഇന്ന് വരെയും ആ കുടലിൽ അൾസർ എന്ന രോഗത്തെ മാറ്റി, വയറ്റുവേദന മാറ്റി ഇന്നും എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ അവിടെ നിന്ന് കയടന്നു വന്ന അന്ന് തൊട്ട് പിന്നെയും വളരെയേറെ ഉമ്മ വളരെയേറെ വഴക്കുണ്ടാക്കി, വളരെയേറെ ഇതുണ്ടായി, എല്ലാം ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എന്നുള്ളത് പാലപ്പള്ളിയില് ആണ്. എൻ്റെ വീട്ടിലിരുന്നാണ് ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത്. ഈ വീട്ടിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞാനൊരു പണിക്ക് പോകുമായിരുന്നു. അതും കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. 2014-15 കാലയളവിലാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു പണിക്ക് പോകുമ്പോൾ ഒരു വീട്ടില് അവര് തൊടുപുഴയ്ക്ക് പോകുകയാ. അവരെന്നോട് പറഞ്ഞു, ഇയാൾ ഒരു കാര്യം ചെയ്തോ, പുല്ലും കൂടെ വെട്ടിക്കൊണ്ട് ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു വീട്ടിലോട്ട്. ഞാൻ അങ്ങനെ ഒരു തോട് കടന്ന് വലിയൊരു കാട്ടിൽ ചെന്ന് പുല്ലുവെട്ടി തലയിൽ ചുമ്മി കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിലിട്ട് പുല്ലുവെട്ടി തലയിൽ കയറ്റിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദന തുടങ്ങി. തലവേദന ഇനി വല്ലാതെ കലശലായ തലവേദന. വീട്ടിൽ വന്ന വഴി ഞാൻ വളരെ എണ്ണ തലയിൽ വെച്ച് കുളിച്ചിട്ടും തലവേദന പോയില്ല. രാത്രി കിടക്കാൻ നേരത്തും തലവേദന എനിക്ക് പോയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആ വീട്ടിലോട്ട് പണിക്കായിട്ട് കടന്നു ചെല്ലുമ്പോ ഞാൻ നോക്കുമ്പോ എന്റെ കയ്യിൽ 2 പാട്, കൈ നീര് വെച്ച് കുത്തിയിരിക്കുക, 2 പാട് കാണുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ പാമ്പ് കടിച്ചതായിരുന്നു എന്ന്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അന്നേരം എനിക്ക് ഈ തലവേദന കലശലായപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് പിറ്റേ ദിവസം മനസ്സിലായി. കാരണം എൻ്റെ ഒരു കൂട്ടുകാരി പാമ്പ് കടിച്ചപ്പോൾ തലവേദനയാണ് വന്നത്. ഞങ്ങളാണ് വിഷകാരിയുടെ അടുത്ത് വണ്ടി ഓട്ടോ വിളിച്ച സഹോദരിയെ കൊണ്ടുപോയത്. ആ വ്യക്തിക്ക് മരുന്നെല്ലാം കഴിച്ചു കഴിഞ്ഞാണ് ഉറക്കമുളച്ചൊക്കെ പിറ്റേ ദിവസമാണ് ആ തലവേദന മാറിയത്. പക്ഷെ എന്നാൽ എൻ്റെ കർത്താവ് ആ പാമ്പ് കടിച്ചിട്ടും എന്നെ ഇന്നും കർത്താവ് ജീവിപ്പിക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങള് ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്ക് ഒരു കൊച്ചു സഭയുണ്ട്. മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷയാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞു, മക്കളായിട്ടില്ല. ഇപ്പൊ ഞങ്ങള് സഭയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കൃപയാല് ഞാൻ എൻ്റെ കർത്താവിന്റെ സാക്ഷിയായിട്ട് ഞാന് ഒരു മൈക്ക് മേടിച്ച് വെച്ചു. എനിക്ക് കിട്ടുന്ന ദശാംശം സൂക്ഷിച്ചു വെച്ച് ഒരു മൈക്ക് മേടിച്ചു വെച്ചിട്ട് ഞാൻ കുറെ നാള് കരഞ്ഞു, എനിക്കൊരു കൂട്ടു സഹോദരിയെ തരണേ കർത്താവെ, കർത്താവിന്റെ വേലയ്ക്കായി പരസ്യ മീറ്റിങ്ങിന് പോകാൻ. അങ്ങനെ ഒരു സഹോദരി എനിക്ക് കിട്ടി. ഇപ്പൊ കുറെ സഹോദരിമാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ പോയി കർത്താവിന്റെ സാക്ഷ്യം പറയുന്നു, കർത്താവിന്റെ വചനം പറയുവാൻ ദൈവമിടയാക്കുന്നു. സാക്ഷ്യം പറയാൻ വിളിക്കുന്നിടത്തെല്ലാം പോയി സാക്ഷ്യം പറയുവാൻ ദൈവമിടയാക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവദാസന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തിക്കൊള്ളാം. ഞങ്ങളുടെ ഈ വീട് 1999-2000 ഞങ്ങൾക്ക് ഈ വീടെന്ന് പറയുന്നത് ഒരു മറപ്പരയായിരുന്നു. ഞങ്ങളെ ഓളപ്പറയുന്ന എൻ്റെ ഉമ്മ പറഞ്ഞില്ല, ആങ്ങളിക്കും മകൾക്കും അനിയത്തിക്കും വിവാഹം നടക്കാത്ത നീ ഒരുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത് വെറുതെ എന്ന് പറഞ്ഞതുപോലെ ആ പൈസ ആ വീട് വിറ്റ് അന്ന് ഞങ്ങൾ മേടിച്ചായിരുന്നു ആ വീട്. പിന്നീട് അനിയനോട് 7000 കുറച്ച് കാശിന് അത് 7000 രൂപയ്ക്ക് വിട്ടിട്ട് സഹോദരിമാർക്കും കൊടുത്തു. ഞങ്ങളുടെ കടവും കൂടെ വീട്ടിൽ ഞങ്ങൾക്ക് വീട് മേടിക്കുവാനില്ല. അങ്ങനെ വന്ന് ഞങ്ങൾ ആനക്കയത്ത് പുറമ്പോക്കിൽ 200 രൂപ തറ മേടിച്ച് കിടക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താണ് ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടുന്നത്. ഈ സ്ഥലത്ത് വന്ന് ഞങ്ങൾ താമസം തുടങ്ങിയപ്പം 1999-2000 ഹിയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്നുള്ള ഒരു വചനം എന്റെ ഹൃദയത്തിൽ പതിച്ചിട്ട് യോങ്കിച്ചോ ദേവദാസന്റെ ഒരു സാക്ഷിയൊക്കെ ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ എഴുതി വെച്ചു ഒരു ബുക്കിനകത്ത്, കർത്താവേ യോബിന്റെ ആ ഹെഡിങ്ങിൽ എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളിപ്പോ ഈ താമസിക്കുന്ന സ്ഥലം തൊട്ട് താഴെ കുറച്ചപ്പുറം മെയിൻ റോഡാണ്, അതിൽ ബസ് പോകുന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം, 5 മിനിറ്റുള്ള റോഡിലേക്ക് ഇറങ്ങാൻ. എന്നാൽ ഈ സ്ഥലം കയറ്റിറക്കിയ സ്ഥലമായിട്ടാണ്. ഞാൻ 1999-2000 ഞാൻ എഴുതി വെച്ചു, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥിതിക്ക് ഭേദം വരുത്തിയ കർത്താവെ, ഈ കാണുന്ന ചെറ്റപ്പരയുള്ള എല്ലാ ജനത്തിനും കർത്താവെ നീ പെര കൊടുക്കണം, ഞങ്ങൾക്ക് പെര തരണമെന്ന് പറയും. എൻ്റെ ഹസ്ബൻഡും വേറൊരു പാസ്റ്ററും ഒക്കെ വളരെ കളിയാക്കുമായിരുന്നു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പെരയുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞാനും വേറൊരു പാസ്റ്ററിന്റെ ഒരു സഹോദരിയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെയും വേണം അവിടെയും പെര വേണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1999-2000 ഹഡ്കോ എന്ന സമ്പന്ന കമ്പനി, ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ആലക്കോട് പഞ്ചായത്താണ്, ഈ പഞ്ചായത്തിനെ സമ്പന്ന കമ്പനി ദത്തെടുക്കുവാനിടയായി. ദത്തെടുത്ത് അവർ പറഞ്ഞത് മുമ്പും അത് കഴിഞ്ഞും ഞാൻ അങ്ങനെ ഒരു പഞ്ചായത്തിനെ ഒരു സമ്പന്ന കമ്പനി ദത്തെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്ന് ഹഡ്കോ എന്ന സമ്പന്ന കമ്പനി പാലക്കോട് പഞ്ചായത്തിനെ
ദത്തെടുത്തിട്ട് പറഞ്ഞു, ഒറ്റ ചെറ്റപ്പുര ഈ പഞ്ചായത്തിൽ കാണാൻ പാടില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഈ പഞ്ചായത്തിലുള്ള സകല ജനത്തിനും 2000 ആ വർഷങ്ങളിൽ അത് കഴിഞ്ഞുള്ള ചെറ്റപ്പുര ഇപ്പോൾ ഉള്ളൂ. പെര കിട്ടി, ഞങ്ങൾക്കും പെര കിട്ടി. അങ്ങനെ പണിത പെരയാണിത്. ഞാന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടില്ലാതെ ആ പുറമ്പോക്കിലേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു, ഉമ്മ എന്റെ സ്വർണം എടുത്തതെങ്കിലും എനിക്ക് തരൂ, 2 ചൊറി പിടിച്ച കുഞ്ഞുങ്ങളുമായി ഞാനും രോഗിയായി പോകുന്നു, ഞാനൊരു വീട് വെക്കുവാനായിട്ട് നിങ്ങൾ അത് തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, കടക്കടി പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്ത്, ഈ മുസ്ലിമിലേക്ക് നീ എല്ലാം കളഞ്ഞു വന്നാൽ കണ്ണൻ ചിരട്ടയ്ക്കും അവകാശമുണ്ട്, ഇല്ലെങ്കിലൊന്നും. പ്രിയപ്പെട്ട ദൈവദാസനെ കേൾക്കണമോ, എൻ്റെ വീട് വെച്ചത് ഞാനാണ്. പകല് പണിയാൻ പോയിട്ട് വന്ന് രാത്രി കട്ട പിടിച്ചാണ് ആ വീട് ഞാൻ വെച്ചിരുന്നത്. ആ കട്ട പിടിച്ച് വെച്ച വീടാണ്. ആ വീട്ടിലെ സർവ്വ സാധനങ്ങളും ഞാൻ പണിതുണ്ടാക്കിയതാണ്. അതെല്ലാം അവരെനിക്ക് തന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞു, അവരുടെ മുറ്റത്ത് നിന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മ ഒന്ന് കേൾക്കണേ, ഞാനിപ്പോ ഒന്നുമില്ലാത്തവളായി പോകുന്നു. ഞാൻ പറയുന്നു, ഈ യേശുവിനെ തള്ളിക്കളയാൻ ഞാൻ വിട്ടുകളയില്ല. ഞാൻ ഒന്നുമില്ലാത്തവളായി പോകുന്നുവെങ്കിൽ ഉമ്മയ്ക്കൊക്കെ നല്ല വീട് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ ദൈവം എനിക്ക് വീട് തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അവിടെ നിന്ന് വന്ന പുറമ്പോക്കി കടന്നു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വീട് കിട്ടി ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് എൻ്റെ സഹോദരൻ വീട് പണിയുന്നത്. വിവാഹത്തോടനുബന്ധിച്ച് അവർ വീട് പണിയുവാനിടയായത്. ഹസ്ബൻഡ് ഇതിനിടയിൽ ഒരു മരണത്തോളം പറ്റുപോയായിരുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. ആനക്കോത്ത് പുറമ്പോക്കി കിടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മഞ്ഞപ്പിത്തം പിടിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ച് മൊത്തം ശരീരം മുഴുവനും മഞ്ഞ രൂപത്തിലായി. ഒരു വെള്ള തോർത്ത് വെച്ച് മഞ്ഞ ആയി തീർന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയെ വന്നപ്പോൾ പ്രിയപ്പെട്ടവന്റെ കൂട്ടുകാർ വിട്ടു, പെങ്ങന്മാര് വിട്ടു. ഇന്ന് ആ 2 പെങ്ങന്മാരും വിശ്വാസികളാണ്. എനിക്കത് പറയാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവൻ അന്ന് കഷ്ടം സഹിക്കുക. അന്ന് അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവരന്നെല്ലാം തള്ളിക്കളഞ്ഞു. കൂട്ടുകാർ വിട്ടു. ഇന്നും മിണ്ടാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൻ വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആനക്കയത്ത് വന്നു കഴിഞ്ഞ് മഞ്ഞപ്പിത്തം പിടിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് 7 ദിവസം കൂത്താട്ടുകുളത്ത് ദേവമാത എന്ന ആശുപത്രിയിൽ, ഇവിടെ വെള്ളമില്ലാന്ന്, ഡാമിൽ വെള്ളമാകാത്തതുകൊണ്ട് പെങ്ങൾ കുളപ്പുറത്ത് താമസിക്കുന്നിടത്ത് ഞങ്ങൾ ചെന്നു. 7 ദിവസം കൂത്താട്ടുകുള ദേവമാതായി കിടന്ന് 7-ാം ദിവസം രാത്രി ഈ പ്രിയപ്പെട്ടവൻ ഒരു തീരുമാനമെടുത്തു. അന്ന് ഞങ്ങൾ വിശ്വാസിയാണ്. കർത്താവ്, ഈ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ നിന്റെ വേല ചെയ്തു കൊള്ളാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ദൈവവേലയിലായി തീർന്നു. പഠിച്ചിട്ടില്ല, ആൾ ഒരു ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. ദൈവസന്നിധി വന്നപ്പോൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. സാക്ഷരതാ പുസ്തകം എടുത്ത് എന്നോട് ചോദിക്കുമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം താൻ കേട്ടു. തന്റെ ചെവിക്കുള്ളിൽ ജീവന്റെ വചനം തിന്നുക എന്ന് ഒരു ശബ്ദം തനിക്കുണ്ടായി. അന്ന് തൊട്ട് താൻ ആയിരങ്ങളുടെ ഇടയിലും ഇപ്പൊ എത്ര പേരുടെ ഇടയിലും ദൈവവചനം വായിച്ച് പ്രസംഗിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ദൈവമക്കൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞു. മുസ്ലിമിന്റെ അനുഭവത്തിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളുടെ പോലും ഞങ്ങളെ അടിക്കുക വരണ്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു ദർശനം കണ്ടു. പലപ്പോഴായിട്ട് ഈ വീട് മറ നീക്കി വെച്ചിട്ടൊരു ഇവിടെ ഒരു ദൈവവേല തുടങ്ങുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങളോട് പിന്നീട് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോകാതെ വന്നിട്ട് ഈ മറ നീക്കി വെച്ച് ഇവിടെ ഒരു വേല തുടങ്ങി. ഇന്നത് പുൾഗോസ്ബലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വലിയൊരു ആലയമായിട്ട് പണിതിട്ടിരിക്കുന്നു. ദൈവം അത് വലിയൊരു ആലയമാക്കി തീർത്തു. രണ്ടാമതാണ് ഇപ്പൊ മുട്ടത്തൊരു വേല തുടങ്ങിയിരിക്കുന്നത്. ഇത്രയൊക്കെ ദൈവകൃപയാൽ ഞങ്ങളെ ചെയ്യുവാൻ ഇടയാക്കിയ ദൈവത്തിന് സകല മാനവും മഹത്വവും ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവദാസനും എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയും വന്ദനവും. സർവകൃപാലുവായ ദൈവത്തിന്റെ നാമം മാത്രം ഇതിലൂടെ മഹത്വം എടുക്കട്ടെ. ഒരു സാക്ഷി ഉളവാക്കുന്നു. ഈ സാക്ഷ്യത്തിലൂടെ ആരെങ്കിലും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടട്ടെ എന്നുള്ള, ചിലരെങ്കിലും വിടുവിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ സാക്ഷ്യത്തെ ഇവിടെ നിർത്തുന്നു. തന്റെ വിശ്വസ്തന നീതിമാനുമായ സ്വർഗീയ രാജാവേ, നിന്റെ പൊന്നുപാതി കൊണ്ട് എടുത്തു വരുന്ന പച്ച അരോമ ടിവിയിൽ ഒരു സാക്ഷ്യം പറയണമെന്ന് അടിയന് ആഗ്രഹമുണ്ടായിരുന്നു. കർത്താവെ, ഒരു സാക്ഷി ഉളവാക്കുമല്ലോ. കർത്താവെ, ഞാനൊരു സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെട്ടതുപോലെ അടിയന്റെ സാക്ഷ്യം മുഖാന്തരമായി അനേകർ രക്ഷിക്കപ്പെടുവാൻ കാരണമാകണമേ. എന്നെ പോലെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരെല്ലാം കർത്താവിനെ തൊട്ടറിഞ്ഞ് രുചിച്ചെന്ന് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എൻ്റെ ദൈവമേ അവരെയൊക്കെയും സ്വർഗ്ഗം ഇടയാക്കുമാറാകണമേ. നാഥ, എൻ്റെ കർത്താവിന്റെ നിത്യസ്നേഹം അനേകരെ തേടിയെത്തുവാൻ കാരണമാക്കി തീർക്കണമേ. പ്രിയ ദൈവദാസനായ ദാനിയേൽ പാസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അരോമ ടിവിയിൽ ഇനിയും അനേക ദൈവമക്കൾ കടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞ് അത് അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ സഹായിക്കണമേ. അപ്പച്ച, എല്ലാവിധ നന്മകളാലും പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും എന്നെ കേട്ടതായ എല്ലാ ദൈവമക്കളെയും എന്നെ കേട്ടതായ സാക്ഷ്യം കണ്ട സകല ദൈവമക്കളെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അതിനായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ തജുനീസ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു.
എവിടെ നിന്ന് എവിടേക്ക് എത്തിച്ചേർന്ന അനുഭവം. ഒരുപക്ഷെങ്കിൽ രൂത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ മോവാബ്യ ദേശത്ത് അവൾ ആ ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തില് അവളായിരുന്നു. എന്നാൽ കൃപയാൽ യെരൂശലേമില് ബോവസിന്റെ ഭവനത്തിൽ വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം അവൾക്ക് കൃപ കൊടുത്തതുപോലെ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം ഭാഗ്യകരമായ ഒരു അനുഭവത്തിലൂടെ ദൈവം വഴി നടത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദന നിറഞ്ഞ, കണ്ണുനീര് നിറഞ്ഞ, കൈപ്പേറിയ മരുഭൂമിയുടെ കല്ലുമുള്ളും നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിലെ പിന്നിട്ട പാതയിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ ആ ക്രൂശിൽ നിന്ന് നമ്മെ മാടി വിളിക്കുന്നതായ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. നമ്മെ പിച്ചി ചീന്തിക്കളയുവാൻ ചെറുപ്പം മുതൽ തന്നെ, വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മെ പിച്ചി ചീന്തിക്കളയുവാൻ, നമ്മെ ഒരു ചണ്ടിക്കൂമ്പാരത്തിൽ വലിച്ചെറിയപ്പെടുന്ന അനുഭവത്തിലൂടെ വലിച്ചെറിയപ്പെട്ട പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെയൊന്നും തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ള സത്യമാണ് ഈ വാക്കുകളിലൂടെ നിഴലിച്ചു നിൽക്കുന്നത്. ഏതെല്ലാം നിലകളിലൂടെ ശത്രുവായവൻ അവന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കുവാൻ ശ്രമിച്ചോ, അവിടെ നിന്നൊക്കെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ കാവൽ നിർത്തി മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, നാശത്തിൽ നിന്നും ഒക്കെ ഇരുട്ടിന്റെ പാതയിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവന്നു, കരം പിടിച്ചു. ഇന്ന് ക്രൂശിലെ സ്നേഹത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, നിത്യ സ്നേഹത്താൽ, സ്വർഗീയ സ്നേഹത്താൽ, ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ മഹാജീവനാലും ഇന്ന് വീണ്ടെടുത്ത് നിത്യതയ്ക്കായി മാറ്റി നിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ മാത്രമല്ല, ആ കുടുംബത്തെ ഒട്ടാകെ ഇന്ന് കർത്താവ് സ്നേഹിച്ചു. ആ കുടുംബത്തെ മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ ഈ നല്ല പാതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം പ്രിയ കുടുംബത്തെ ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഇന്ന് പറയുവാനുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം നടത്തിയതായ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതായ ആ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠകരമാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകുവാനുള്ള അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഉണ്ടായത്. നമുക്കറിയാമല്ലോ, ചില വൃക്ഷങ്ങളൊക്കെ ഈ ഗാർഡനിലൊക്കെ, പൂന്തോട്ടത്തിലൊക്കെ അത് കാണുവാൻ വളരെ മനോഹരമാണ്. അത് നല്ലതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് അത് നിർത്തിയിരിക്കുന്നു. അതിലെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ മനോഹരമാണ്. പക്ഷെ അതേ ചെടി തന്നെ ഒരു കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിന് യാതൊരു ഷേപ്പും ഇല്ല. അത് എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് എങ്ങനെയെങ്കിലുമൊക്കെയായി രൂപഭംഗിയില്ലാതെ നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിന് യാതൊരു ആകർഷണവും ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ കാട്ടിൽ നിന്ന് പൂന്തോട്ടത്തിൽ കൊണ്ടു നിർത്തണമെങ്കിൽ ഷേപ്പ് വരുത്തുന്ന ചില അനുഭവങ്ങളിലൂടെ ചില മണ്ഡലങ്ങളൊക്കെ വെട്ടി ഒതുക്കി നമ്മെ ഷേപ്പ് വരുത്തുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തില് ആ ഒരു ഷേപ്പ് വരുത്തുവാൻ വേണ്ടി, അതിനൊരു ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെങ്കിൽ കടന്നുപോയത് എന്ന് ചിന്തിക്കുക. ആകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവസാന ശ്വാസം വരെ ആ ക്രൂശിന്റെ വചനം, ആ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുവാൻ, ആ ദൈവത്തിന്റെ വചനം മുറുകെ മാറോട് ചേർത്ത് പിടിക്കുവാൻ കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങളും ഇത്തരണത്തിൽ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രേക്ഷകരെയും ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കാതെ നിങ്ങൾക്കറിയാത്ത അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഈ സാക്ഷ്യം എത്തിച്ചേരുവാൻ തക്കവണ്ണം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ, യേശുവിനെ അറിയുവാനിടയായി തീരട്ടെ. അവർക്കും ഈ വിടുതലിന്റെ സന്ദേശം അവർക്കും ഒരു വഴി തുറക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. അതിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com